മൻസൂറിൽ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ചിന്തകളെയും നന്മകളാക്കാൻ പഠിച്ച വ്യക്തത കാരണമാകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയത്തിന്റെ വഴി കാണിക്കാൻ വേണ്ടി നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല നൽകിയത് അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കരുണയുമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാവാൻ ഭാഗ്യം കിട്ടിയത് അല്ലാഹു നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ കരുണയാണ്. കാരണം നാളെ മഹ്ശറയിൽ ആദരിക്കപ്പെടുന്ന ഉമ്മത്തികളിൽ ഒരു ഉമ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അവസാനത്തെ ഉമ്മത്തിയായിട്ടാണെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കൽ ആദ്യത്തെ വിഭാഗം ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളാണ്. മുഴുവൻ നബിമാരും സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പിന്നെ നബിമാർക്ക് ശേഷം ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത്ര വലിയ പ്രത്യേകത? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ സ്നേഹിച്ചു, അങ്ങനെ പിൻപറ്റി, തങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം മൊത്തം അർപ്പിച്ചു. തങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം മൊത്തം അർപ്പിച്ചു. സ്വന്തം ഇഷ്ടം ഉണ്ടായിട്ടില്ല. കെലിമയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളോട് പറഞ്ഞു, ഞാൻ എല്ലാവരോടും കെലിമ എല്ലാവരും മുന്നിൽ വെച്ചു, എല്ലാവരും സംശയത്തിന്റെ നേരിൽ കണ്ടു, ശരിയായിരിക്കോ, ഇതെന്നാണോ പ്രവാചകൻ എന്നൊക്കെ. പക്ഷെ ഒരു സംശയമില്ലാതെ എന്നെ വിശ്വസിച്ച ആള്, എന്നെ വാസ്തവമാക്കിയ ആള് അബൂബക്കറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞത്. അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, എന്നെ ആദ്യമായി വാസ്തവമാക്കിയ അബൂബക്കറാണ്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ആരെയാണ്? ഒറ്റ മനുഷ്യനില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോ അപ്പം തന്നെ അംഗീകരിച്ചു. വേറെ ഒന്നും സംശയിക്കാൻ കൂടി പോയില്ല, ആലോചിക്കാൻ പോയില്ല. ഞാൻ ഈ നാട്ടിലെ പ്രധാനിയാണ്, ഞാൻ നാട്ടിലെ പ്രമാണിയാണ്, എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്റെ ആൾക്കാരോട് കൂടി ആലോചിക്കണം, ഒന്നും അപകടം തന്നെ വെച്ചു. അപ്പം തന്നെ വിശ്വസിച്ചു, അപ്പം തന്നെ തങ്ങളെ കൂട്ടത്തിൽ കൂടി. ജീവിതത്തിന്റെ അവസാന സമയം വരെ തങ്ങളെ കൂട്ടത്തിലുണ്ടായി. അങ്ങനെ സ്നേഹം, സമ്പത്ത് ഫുള്ള് കൊടുത്തു, എല്ലാം കൊടുത്തു. എത്ര അവസ്ഥയിൽ മനുഷ്യന് പല കാര്യങ്ങളിലും അവനവന്റേതായ ചില വികാരങ്ങൾ ബന്ധപ്പെടരുത്. എത്രയാണോ വലിയ ആളാണെങ്കിലും ശരി, അവരുടെ സ്വന്തം വാപ്പ, സ്വന്തം ഉമ്മ, സ്വന്തം ഭാര്യ ഒക്കെ വരുമ്പോ മനുഷ്യന് സ്വാർത്ഥത വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് എത്ര കടുപ്പുള്ളതാണെന്ന് പറഞ്ഞാൽ, ആഖിറത്തിനെ പറ്റി നമ്മളെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത നിലയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആഖിറത്തിന്റെ ചിന്തയും അവസ്ഥയുള്ളത്. ഒരു മനുഷ്യന്റെ നരകം എന്തായിരിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹു വ്യക്തമായി ചിത്രമുണ്ട്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പിതാവ് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയകരമായത് തങ്ങളുടെ പക്ഷാപ്പ, തങ്ങളുടെ പിതൃവ്യൻ അബൂ താലിബ് ഹിദായത്ത് കിട്ടലാണ്. എന്നുവെച്ചാൽ എന്റെ വാപ്പൊക്കെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അബൂ താലിബിന് കിട്ടണം. എന്തിനാണ് അബൂ താലിബിന്റെ ഹിദായത്തിന് എത്ര കൊതിച്ചത്? അബൂ താലിബിന്റെ ഹിദായത്ത് വഴിയായി എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് ആശ്വാസവും സന്തോഷവും ഉണ്ടാവും. എനിക്കതാണ് ഇഷ്ടം. എന്റെ നബിയുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. സമ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്ദർഭത്തിൽ ഹിജ്റ പോകാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ശത്രുക്കൾ വീട് വളർന്നിട്ടുണ്ടായിട്ടുള്ളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് വാരി എറിഞ്ഞു, ഷാഹത്തിൽ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവരുടെ ഇടയിലൂടെ തങ്ങൾ പുറത്തേക്ക് വന്ന് അബൂബക്കർ തന്റെ വീട്ടിലെത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒട്ടകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഒട്ടകത്തിന് എന്താണ് വില? അപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇടറി,
എന്നുവെച്ചാൽ എന്റേത് തങ്ങളുടേതെന്ന് പറഞ്ഞൊന്നില്ല. അബൂബക്കർ റളിയല്ലാഹു ഡിക്ഷണറി. പിന്നെന്തിനാണ് തങ്ങൾ ഒട്ടകത്തിന് വില ചോദിച്ചത്? എന്തിനാണ് തങ്ങൾ വില നൽകേണ്ടത്? എന്റേത് മുഴുവനും ആരുതാണ്? അങ്ങയുടേതാണ്. അങ്ങനെ സമ്പത്ത് മൊത്തം എത്രത്തോളമായി എന്ന് പറഞ്ഞാൽ ചാക്കിന് സമാനമായ വസ്ത്രം അബൂബക്കർ റളിയല്ലാഹു ധരിച്ചു. സഹാബാക്കളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കർ അല്ലാഹു നിങ്ങൾക്ക് സലാം അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അബൂബക്കർ അദ്ദേഹം ചോദിച്ചു, എന്റെ പേര് പറഞ്ഞിട്ടാണോ ഉമ്മത്തികൾക്ക് മൊത്തത്തിലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല അബൂബക്കർ, എന്റെ പേര് പറഞ്ഞിട്ട് അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അബൂബക്കർ നീ നിന്റെ റബ്ബിൽ തൃപ്തനാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ എന്റെ റബ്ബിൽ സംതൃപ്തനാണ്. എന്റെ റബ്ബിൽ ഞാൻ എങ്ങനെ സംതൃപ്തനായിരിക്കും? അവൻ എന്നിൽ സംതൃപ്തനാവണമല്ലോ. ഇത്രത്തോളം അവസ്ഥ അബൂബക്കർ എത്തിയത് ഈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ചിന്ത, തങ്ങളുടെ ഫിക്ർ, തങ്ങളുടെ വേദന, തങ്ങളുടെ എല്ലാം ഏറ്റെടുത്തു. എല്ലാ സന്ദർഭത്തിലും കൂട്ടത്തിൽ നിന്ന് കൊടുത്തു. ആളുകൾ തങ്ങളുടെ കൈയൊഴിയാൻ വഹദിൽ ആളുകൾ ചിതറി ഓടി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിളിൽ വളയം കൊണ്ട് കയറിയിട്ടുണ്ട്. തങ്ങളുടെ പല്ല് ഇളകിപ്പോയിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. തങ്ങളുടെ നെറ്റിയിൽ നിന്ന് മുറിവുണ്ട്, തങ്ങളുടെ മുട്ടിൽ മുറിവുണ്ട്. രക്തഭംഗിലമായ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്ങിയെടുത്തു. സത്യത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ രക്തം വരുന്നുണ്ട്, ആകെ അവശനായിട്ടുണ്ട്. തങ്ങളെ പൊക്കാനോ അല്ലെങ്കിൽ തങ്ങളെ കൊണ്ടടക്കാനോ പോലും ആവതില്ലാത്ത അവസ്ഥയിൽ എന്നെക്കാളും വലുത് എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, തങ്ങൾക്ക് പ്രയാസമുണ്ടാവരുത് എന്ന് കരുതി അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥലത്ത് കൊണ്ടേ തിരിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടത്തിൽ നിന്ന് വിട്ടില്ല. ആളുകൾ ധീരന്മാരൊക്കെ അങ്ങോട്ടും താൽക്കാലികമായി പിന്മാറുകയോ ചിതറുകയോ ചെയ്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടില്ല. തങ്ങളുടെ മേറാജിൽ, തങ്ങളുടെ ഹിജ്റയുടെ യാത്രയിൽ സൗറിൽ തങ്ങളുടെ കൂട്ടത്തിൽ നിന്നു. ബേജാറ് വെപ്രാളം കണ്ടപ്പം എന്തിനാണ് അബൂബക്കറെ ബേജാറാകുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ബേജാറാവണ്ട, വെപ്രാളപ്പെടണ്ട, വേദനിക്കണ്ട. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹു നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. മാ വല്ലക യാ അബൂബക്കർ ഇന്നെ അല്ലാഹു സാലിസുഹുമാ. എന്താ അബൂബക്കറെ നീ വിചാരിക്കുന്നത്? നീ എന്ത് ധാരണയിലാണുള്ളത്? രണ്ടാൾക്കാരെ പറ്റി അല്ലാഹു സാലിസുഹുമാ, അല്ലാഹു മൂന്നാമതായി അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ. നീ എന്തിനാ ബേജാറാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ യാത്രയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നിൽ നടക്കും. കുറച്ചു നേരം കഴിഞ്ഞ പിന്നിൽ വരും. കുറച്ചു നേരം ഈ ഭാഗത്ത്, കുറച്ച് ഇടത് ഭാഗത്ത്, ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മാറി നടക്കുന്നത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അബൂബക്കറെ കുറച്ചു നേരം പിന്നിൽ, കുറച്ചു നേരം ബാക്കിൽ, കുറച്ചു നേരം തേടി, കുറച്ചു നേരം ഇട്ടേടി, എന്താണ് ഇങ്ങനെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വിട്ടു നിൽക്കുമ്പോൾ എനിക്ക് തോന്നും തങ്ങൾ ആരെങ്കിലും പിന്നിൽ ഉപദ്രവിച്ചാലോ, അങ്ങനെ പിന്നിൽ വരുന്നതാണ്. എന്ന് വെച്ചാൽ സ്വന്തം ജീവൻ പ്രശ്നേയല്ല. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു കേടുപാടും കൂടരുത്, തങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവരുത്. അങ്ങനെ ജീവിതം മുഴുവൻ ഒരാൾക്ക് വേണ്ടി കൊടുക്കുക, ഒരാൾക്ക് വേണ്ടി കൊടുക്കുക. അത്ര ഉപകാരം ചെയ്തു, അത്ര കൂട്ടത്തിൽ നിന്നു, വിട്ടുപിരിയാതെ നടന്നു. ആ ഒരു മഹബ്ബത്തിന്റെ പേരിൽ അല്ലാഹു എത്ര സ്ഥാനം കൊടുത്തു. മിഅ്റാജിന് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ നബിമാർക്കും ഇമാമായി നിന്ന് നിസ്കരിച്ചു. മുഴുവൻ നബിമാർക്കും ഇമാമായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ അംബിയ, നബിമാരുടെ നേതാവ്. പക്ഷേ മുഴുവൻ നബിമാർക്കും ഇമാമത്തിൽ നിന്ന് അല്ലാഹുവിലേക്ക് പോയ عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى أفرأيتم اللات والعزى ومناة الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى. ഖുർആൻ അങ്ങട്ടെത്തി. അല്ലാഹുമായി അടുത്തു. ثم دنا فتدلى فكان قاب قوسين أو أدنى. അല്ല പറയണം,
ثم دنا فتدلى ثم دنا فتدلى നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി 7 ആകാശവും കഴിഞ്ഞ് അപ്പുറത്തേക്കായപ്പോൾ അവിടെ ചെല്ലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, തഖദ്ദം യാ ഹബീബ്, നബിയെ തങ്ങൾ ഈ മുന്നോട്ട് പോയിക്കോളീൻ എന്ന് പറഞ്ഞു. ഇതുവരെ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. ഇനി അവിടുന്ന് അങ്ങോട്ടില്ലാതെ നബി തങ്ങൾ സാഹസം ചോദിച്ചു, ജിബ്രീലെ നീ ഞാനെങ്ങനെ അങ്ങോട്ടേക്ക്? പറഞ്ഞു, ഇനി അങ്ങോട്ട് വരാനുള്ള പെർമിഷൻ എനിക്കില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പെർമിഷൻ ഇല്ലാത്ത, അനുവാദമില്ലാത്ത സ്ഥലത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അത്ര അടുത്തപ്പം അല്ലാഹു പറഞ്ഞു, സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അടുത്തു, എത്ര അടുത്ത് പറഞ്ഞാൽ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. ഖാബ ഖൗസൈൻ എന്ന് പറഞ്ഞാൽ അറബികളുടെ ഇടയിൽ ഒരു പതിവുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ രീതിയിലുണ്ട്. തമ്മിൽ തെറ്റൊക്കെ ഉണ്ടായാലും നമ്മൾ പിന്നെ അന്റെ കയ്യിലുണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പിടിപ്പിക്കലുണ്ട്. സ്നേഹത്തിലും രോഗ്യത്തിലും ആക്കാനില്ല. ഇതേപോലെ കബീലകൾ തമ്മിലുള്ള യുദ്ധങ്ങളും അമ്പയിച്ചുകളും പ്രശ്നങ്ങളും പതിവാണ് അവിടെ. അവസാനം അത് രഞ്ജിപ്പാവൽ, യോജിപ്പിലാവൽ. നമ്മളവിടെ സർവമത ഐക്യം അല്ലെ, സർവമത ഐക്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ഐക്യം എന്നൊക്കെ പറഞ്ഞിട്ട് കൊലപാതകങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ ഒരു ഐക്യം ഉണ്ടാക്കരുത്. എല്ലാവരും അവിടെ കൂടി ഇത് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഒരു റാജത്തിൽ. ഇത് അറബികളുടെ ഇടയിൽ അവരുടെ ആയുധങ്ങളാണ് അമ്പ്, വില്ലൊക്കെ. അതിങ്ങനെ വിടാനുള്ള കയറ്, ആ 2 സാധനങ്ങൾ ഇങ്ങനെ വളച്ചു വെക്കണ, ഇങ്ങനെ ഉണ്ടാവണ ഈ സാധനം ഖാബ ഖൗസൈൻ എന്ന് പറഞ്ഞ 2 വില്ല്, 2 അമ്പുകളുടെ ഈ സാധനങ്ങൾ. അപ്പൊ ഒരു വർഷത്തിന്റെ ശത്രു ഒരു ഭാഗം നിന്ന് ഒരു ഭാഗം എന്താണെങ്കിൽ ഈ 2 ഭാഗം കൂടി ഇങ്ങനെ ചേർത്തിട്ടാണ് അവരെന്ത് പ്രഖ്യാപിക്കൽ? ഐക്യം പ്രഖ്യാപിക്കൽ. ഇനി അമ്പ് വിടാൻ പറ്റൂല, കാരണം നമുക്ക് ഇത് 2 ജോയിന്റ്. ഈ സാധനത്തിന്റെ പേരാണ് ഖാബ ഖൗസൈൻ എന്ന് പറയുന്നത്. അല്ലാഹു തആല ഞാനും എന്റെ ഹബീബും കണ്ടത് ഇതുപോലെയാണ്. സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈൻ ഔ അദ്നൈ. 2 അമ്പുകൾ തമ്മിൽ ചേരുന്നതിന് ഔ അദ്നൈ, അല്ലെങ്കിൽ അതിനേക്കാളും അടുത്തു. ഇത് 2 മുട്ടിയാലേ എന്താവുള്ളൂ? യോജിപ്പിലാവുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കിയാലില്ല, ഇങ്ങനെ മുട്ടിച്ചിട്ട് യോജിപ്പുണ്ടാക്കും. ഈ കബീലകൾ തമ്മിൽ പ്രശ്നങ്ങളില്ല, ഗ്രാമങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല. നമ്മൾ സുലഹായി അതിന്റെ അടയാളം എന്ന നിലയിൽ ഇങ്ങനെ ആക്കാറുണ്ട്. ഇതിനേക്കാൾ ഇത് അറബികൾ കഴിഞ്ഞൊരു പ്രയോഗം. നമ്മളൊരു പരസ്പരം കയ്യൊക്കെ കൊടുത്തിട്ട് എന്താക്കിന് അത് സുലഹാക്കിന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് പോലെ ഖാബ ഖൗസൈൻ ഇതാണ്. ഇതിനേക്കാളും ഞാനും എന്റെ ഹബീബും അടുത്തു. അത്ര അല്ലാഹു അടുത്തേക്ക് കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ദറജയിലായി. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത ദറജത്തായിരുന്നു എന്ന് പറഞ്ഞാൽ സയ്യിദുൽ കൗനൈൻ, സയ്യിദുൽ സഖലൈൻ, ജിന്നുകളുടെയും മനുഷ്യരുടെയും നേതാവ്, സയ്യിദുൽ അംബിയാഇ വൽ ബശർ, മനുഷ്യരുടെയും നബിമാരുടെയും നേതാവ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബിമാർക്ക് ഇമാമത്ത് എന്ന ആൾക്ക് ഇമാമത്ത് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇതിനേക്കാളും വലിയ ദർജ ഭൂമിയിൽ ആർക്കാ കിട്ടുക? നബിമാർക്ക് ഇമാമം എന്ന ആൾക്ക് ആര് ഇമാം? ഒരു നബിക്ക് ഇമാമക്കുക. അതെങ്ങനത്തെ നബി? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദർജയ്ക്ക് അബൂബക്കർ എത്തിച്ചത് എന്താ? അബൂബക്കർ റളിയല്ലാഹു സ്വന്തം താല്പര്യമില്ലേ? അബൂബക്കർ റസൂലുള്ളാഹി നിങ്ങളുടെ താല്പര്യം എന്താണ്? അത് മാത്രമേ സ്വന്തം താല്പര്യങ്ങളെയില്ല. അത്ര ഇഷ്ടപ്പെട്ടു, അത്ര സ്നേഹിച്ചു, തങ്ങളെ കൂടെ നടന്നു, തങ്ങളെ പിൻപറ്റി, തങ്ങളെ ചിന്തയിൽ തങ്ങളെ സഹായിച്ചു, എല്ലാ അർത്ഥത്തിലും തങ്ങളെ സഹായിച്ചു, എല്ലാ അർത്ഥത്തിലും തങ്ങളെ സഹായിച്ചു. അപ്പൊ അല്ലാഹു തആല അബൂബക്കർ അതുകൊണ്ടാണ് ആദ്യമായിട്ട് നബിമാര് മുഴുവൻ സ്വർഗത്തിൽ കയറിയാൽ പിന്നെ ആദ്യമായിട്ട് കയറലാരാണ്? ചെറിയ കാര്യം. എത്രയോ വർഷങ്ങൾ ഇബാദത്ത് ചെയ്ത ആൾക്കാരെ കണ്ടു, അവരൊക്കെ വിട്ടിട്ട് അബൂബക്കർ തന്നെ സ്വർഗത്തിൽ വരാൻ. അതുകൊണ്ട് സാധാരണ മനസ്സിലായി ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഇല്ലെങ്കിൽ, ഈ തങ്ങളുടെ മഹബ്ബത്തില്ലെങ്കിൽ
ഒരാൾക്ക് അപ്പുറത്തേക്ക് എത്താൻ കഴിയില്ല. നമ്മൾ നാരപ്പോ റോൾ മോഡലാക്കാണ്. സഹാബാക്കൾ ഫുള്ള് നിബിധങ്ങളായി. ഒരു സഹാബി നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു, സങ്കടം പറഞ്ഞു. എന്താ സങ്കടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേ ഉച്ചയ്ക്ക് കാണുന്ന നേരത്തെ ഞാൻ ഉച്ചയ്ക്ക് വരും, രാവിലെ കാണുന്ന രാവിലെ വരും, വൈകുന്നേരം കാണുന്ന വൈകുന്നേരം വരും, രാത്രി കാണുന്ന നേരത്തെ രാത്രി വരും. പിന്നെ അർദ്ധരാത്രിയിലൊക്കെ ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ അവിടെ ആണെങ്കിൽ തങ്ങളുടെ പള്ളിയിലോ തങ്ങളുടെ വീടിന്റെ അടുത്ത് നിൽക്കും. തങ്ങൾ ഇറങ്ങി വരുമ്പോൾ ആദ്യം കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ സാധാരണ നടന്നുകൊടുക്കുന്ന ഒരു കേസാണ്. എന്റെ മഹബത്ത് അത്രത്തോളം ഉണ്ട്. ശരിക്കും ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ട്. എന്താ അസ്വസ്ഥത? എന്തായാലും ഞാനും മരിക്കും, അങ്ങും മരിക്കും. പക്ഷെ അങ്ങ് മരിച്ചാൽ അങ്ങ് നബിമാരുടെ നേതാവാണ്, സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ദർജയിലേക്ക് ഉണ്ടാവുക. ഞാൻ ഒരു സാധാ മുഅ്മിനാണ്. ഞാൻ മരിച്ചാൽ ഇനി സ്വർഗത്തിലെത്തിയാൽ സാധാ സ്വർഗത്തിലുണ്ടാവുക. സ്വർഗത്തിൽ നബിയെ അങ്ങയെ കാണാൻ കഴിയുമോ എന്നുള്ളതാണ് എന്റെ ഇപ്പത്തെ. ഭൂമി കാണാൻ കഴിയുമെന്നുള്ള പ്രശ്നമല്ല, സ്വർഗത്തിൽ കാണാൻ കഴിയും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കാണ്, സ്വർഗത്തിൽ തങ്ങളെങ്ങനെ കാണാതൊക്കെ കഴിയും? ആ കുടുംബങ്ങൾ ഞങ്ങളൊക്കെ എങ്ങനെ സ്വർഗത്തിൽ എത്തിക്കിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് എന്ത് നബി, നമുക്കെന്ത് നബിമാര് ഇല്ല. സഹാബിന്റെ ഉള്ളിലെ വേദന എങ്ങനെയെങ്കിലും എത്തിയാൽ ഞാൻ എങ്ങനെ അവിടുന്ന് കാണും എന്നുവെച്ചാൽ ഞങ്ങളെ കാണാതൊക്കെ കഴിയില്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين فحسن أولئك رفيقا. الله من يطع الله ورسوله, അല്ലാഹുവിനെയും അവരുടെ റസൂലിനെയും ആരനുസരിച്ചോ അവരെവിടെ ഉണ്ടാകുക? ഫഉലായി അക്കൂട്ടർ അല്ലാഹുവിനെയും അവരുടെ റസൂലിനെയും വഴിപ്പെട്ടവർ, ഇത്താഅത്ത് ചെയ്തവർ, ഇത്താഅത്ത് ചെയ്തവർ, അനുസരിച്ചവർ അവരവരുടെ ഫഉലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ പറഞ്ഞ 4 കാറ്റഗറിയിലുള്ള ആളുകളുടെ കൂട്ടത്തിലേക്കും അവരുണ്ടാകുക. ഫഹസ്ന ഉലൈക റഫീഖാ. അല്ലാഹു ചോദിക്കാണ്, ആ കൂട്ടർക്ക് എത്ര നല്ല കൂട്ടുകെട്ടാണ്. എന്നുവെച്ചാൽ നബിമാരുടെയും സിദ്ദീഖീങ്ങളെയും ശുഹദാക്കളെയും സാലിഹീങ്ങളെയും കൂടെ നിൽക്കാൻ കഴിയാത്ത എത്ര വലിയ നല്ല കൂട്ടുകെട്ടാണ് ഈ സഹാബിക്ക് വേണ്ട ന്യായത്താണ്. എന്നുവെച്ചാൽ അവർക്ക് കാണാൻ കഴിയില്ല. അതായിരുന്നു മഹബത്ത്, അതായിരുന്നു സ്നേഹം, അതായിരുന്നു സ്നേഹം. ഞങ്ങളോട് പറഞ്ഞല്ലോ, കയ്യിലിട്ട് റിങ് എടുത്തെറിഞ്ഞപ്പോ സ്വർണത്തിൻ്റെത് അല്ലാഹുവിന്റെ റസൂൽ എറിഞ്ഞൊരു സാധനം പിന്നായി ഞാൻ എടുക്കൂല, അത് ഞാൻ എടുക്കൂല. മഹബത്ത് അതായിരുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം, തങ്ങളെ പിൻപറ്റുന്നതിന് അവരുടെ താല്പര്യം ഒന്നിനും ഒരു എതിര് നിന്നിട്ടില്ല, ഒന്നിനെതിര് നിന്നിട്ടില്ല. നബിതങ്ങൾ ശാസ്ത്രങ്ങളുടെ ഇഷ്ടമായി. അബൂബക്കർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു, ഏറ്റവും കൂടുതൽ വീട്ടിൽ നിറഞ്ഞെത്തി. ഇത്താഴ്ത്തിട്ടാണ് അത് സ്നേഹത്തിന്റെ ഭാഗമാണ്. കപടതന്റെ സ്നേഹത്തിന് സ്നേഹം എന്ന് പറയില്ല, അതിന് തേപ്പ് എന്നാ പറയുന്നത്. എന്താ നമ്മൾ തേക്കുന്ന ആൾക്കാരാണ്. റബീഉൽ കൂടെ പോയി കഴിഞ്ഞാൽ തേക്കും, തേക്കുന്നല്ല ഇത്താഅത്ത് മഹബത്തിന്റെ ഭാഗമാണ്. അത് ഒരാളോട് ഇഷ്ടത്തായാൽ പിന്നെ ഇത്താഅത്ത് ഉണ്ടാവും. അത് പിന്നെ അയാളോട് അതിന്റെ സ്നേഹത്തിന്റെ അവസ്ഥകളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അയാളെ സ്നേഹിക്കേണ്ടത് ആരും സ്കൂളിൽ പോത്തോട്ടും അറിയും, കോളേജിൽ പോത്തോട്ടും അറിയും, എല്ലാവർക്കും അറിയും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. സ്നേഹത്തായാൽ എന്തൊക്കെ ഉണ്ടാവും? അനുസരണം അത്ര ഉണ്ടാവും. ഒരു വെറുപ്പുണ്ടാവണം, ഒരു കാര്യം ചെയ്യില്ല. റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കൾ മഹബത്തുണ്ടായപ്പോൾ ഇത്താഅത്തുണ്ടായി. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഒരു കവിത ഉണ്ട്, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നിശ്ചയമായി സ്നേഹിക്കുന്നവൻ ആരാണോ സ്നേഹിക്കുന്നത് അവനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അനുസരിക്കും. വെറും വാക്കുകളെ ഭാര്യ നിങ്ങളെ ഭയങ്കര ഇഷ്ടമെന്ന് പറയാം, ഓൻ അനുസരിക്കൂലെങ്കിൽ ഫുള്ള് പ്രശ്നിക്കും. ആണല്ലേ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കർണാടകയിൽ എഴുതിച്ചിട്ട് പിന്നെ കൈമേൽ മൊയിലാജിയോട് എഴുതും. ആരെ പേര്?
എഴുതും. പിന്നെ അവള് നോക്കുന്ന ക്ലാസ് കളമറ ടാഗിൽ എഴുതിച്ചിട്ടുണ്ട്, പിന്നെ അവളെ ബാഗിൽ എഴുതിച്ചിട്ടുണ്ടാവും, അവളെ മൊബൈലിൽ എഴുതിച്ചിട്ടുണ്ടാവും, എല്ലായിടത്തും പേര് എഴുതുന്നതൊക്കെ നമ്മളെ പേരുണ്ടാവും. പക്ഷേ അനുസരണ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ കൈമലത്തിന്റെ നെറ്റത്ത് വൈലാഞ്ഞിട്ടും സംഗതി ഒരിച്ചാൽ പോവില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വത്തിന്റെ ഭാഗം ഇതായിട്ടാണ്. ഞാൻ നിൽക്കും ഇല്ലാത്ത സാധനം അതാണ്. ഇതായിട്ടില്ല എന്നിട്ട് തങ്ങളെ അനുസരിക്കുക, തങ്ങളെ ഇത്തിബാഴ് ചെയ്യുക. രണ്ട് സ്ഥാനത്ത്, ഒന്ന് ഇതാഴ്, രണ്ട് ഇത്തിബാഴ്. ഇത് രണ്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവണം. ഇത് മഹത്വം ഉണ്ടായാൽ അവരുണ്ടാവുന്നതാണ്. അനുസരിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ വാപ്പനോട് ഇഷ്ടമാണ്, വാപ്പനോട് നമുക്ക് ബഹുമാനാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്താക്കും, അനുസരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ അപ്പനോട് എങ്ങനെയാ തിരിച്ചു വരാൻ പറ്റില്ല. ഉമ്മനോട് ഞാനിങ്ങനെ അങ്ങനെ പറയാം. അവന്റെ ഉള്ളിൽ മഹബത്തുണ്ട്. മഹബത്തുണ്ടായാൽ അതിന്റെ അതവ് അത് പഠിപ്പിച്ചു കൊടുക്കും. അത് ഇഷ്ടാവും. അത് ചിലർക്ക് ഭയങ്കര കൂടുതലുണ്ടാവും. കൂടുതലുണ്ടാവുമോ അതിന്റെ ഇഷ്ടത്തിൽ അയാൾക്ക് ലഹരി പിടിക്കും. ലഹരി പിടിക്കുമ്പോൾ അയാളെന്തൊക്കെ പറയും, അതിനൊന്നും എന്തില്ല, സാധാരണ അളവ് പോലെ കൊണ്ട് അല്ലെങ്കിൽ ടാപ്പ് കൊണ്ട് അളന്നാൽ അതിന്റെ മാനം കിട്ടൂല. കിട്ടോ? മാനം കിട്ടൂല. അമുറു അല ദിയാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ വലാ ഹുബ്ബു ദിയാരി ശറഫ്ന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാർ. മജ്നൂൻ ലൈലയുടെ സ്നേഹത്തിൽ പാടിയ പാട്ട് ഇന്നും കിതാബുകളിൽ നമുക്ക് അറബി വ്യാകരണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയല്. എന്നുവെച്ചാൽ അത്ര വ്യാകരണം ഖുർആനും ഹദീസും കഴിഞ്ഞ പിന്നെ അടുത്ത കവിതകളാണ് വ്യാകരണത്തിനുള്ളത്. അമുറു അല ദിയാരി ദിയാരി ലൈല, ഞാൻ ലൈലന്റെ നാട്ടിലൂടെ അല്ലെങ്കിൽ ലൈലന്റെ ആ പ്രദേശത്ത് കൂടി ഇങ്ങനെ നടക്കുമായിരുന്നു. ഓരോ ചുമരുകൾ ഓരോ ഭിത്തികളിൽ താണ്ടി ഇങ്ങനെ പോയിരുന്നു. ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ, ലൈലന്റെ കുടുംബക്കാരും നാട്ടുകാരൊക്കെ താമസിക്കുന്ന വീടുകളുടെ അടുക്കൽ കൂടി ഞാൻ പോകും. ഓരോ ഭിത്തികളും ഞാൻ ചുംബിച്ച് ചുംബിച്ച് പോകും. ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ, ഒരു ഭിത്തിന്ന് അടുത്ത ഭിത്തിനെ കുറിച്ച് ചുംബം വെക്കുക, മുത്തം വെക്കുക. എന്നിട്ട് മുബറന്റെ പറയണേ, ഭിത്തിയോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ല. വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്നവരോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ് ഞാൻ ചുമരിന് മുത്തം കൊടുക്കുന്നത്. നായകർക്ക് ഒരു മുത്തം കൊടുക്കരുത്. അപ്പൊ ആൾക്കാർ നായകത്തിന് മുത്തം, എന്നുള്ളത് നായക മുത്തം കൊടുക്കുന്ന നായകളായിട്ടാണ്. മനസ്സിലായോ? അത് മനുഷ്യന്മാര് നായന മുത്തം കൊടുക്കൂല അവിടെ. അപ്പം നായന മുത്തം കൊടുക്കുന്ന കണ്ടപ്പം ആൾക്കാർ ചോദിച്ചു എന്തിനാ മുത്തം കൊടുക്കണം. അപ്പൊ ലൈലന്റെ നാട്ടിൽ നിന്ന് വരുന്ന കാറ്റൊക്കെ ഇതിന്റെ മേലെത്തിയിട്ട് കൊള്ളിട്ട് അതുകൊണ്ട് ഇതിനെ മുത്താണ്. എന്നുവെച്ചാൽ സ്നേഹം ഉണ്ടാവുമ്പോൾ അതിന് അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതിലും പലരും പറയും. നമ്മുടെ നാട്ടിലൊക്കെ നിന്നുള്ള ആകെ പ്രശ്നം തന്നെ ഒരു കൂട്ടര് നബിതങ്ങളുടെ മഹത്വത്തോട് അങ്ങനെ ഒരു കൂട്ടര് അതിന്റെ വേറെ രീതിയാണ്. രണ്ടിന്റെ ഇടയിലുള്ള ഒരു കാഴ്ചപ്പാടില്ല. പറഞ്ഞവനെ കാപ്പറാക്കാൻ വേണ്ടി പോകും, ചെയ്യാത്തവന് കാപ്പറാക്കാൻ വേണ്ടി പോകും. രണ്ടാൾ കാപ്പറാക്കേണ്ട ഒരാവശ്യമില്ല. ഒരാൾ കവിതയിൽ എന്തൊക്കെ പറഞ്ഞു, കവിതയിൽ പറഞ്ഞത് ഇങ്ങനത്തൊക്കെയാണ്. ഒരാൾ പറയണേ ചുമരുന്ന മുത്തമാക്കാൻ പറ്റും, എവിടെയല്ലെന്ന് ചോദിച്ചാൽ അതൊക്കെ അയാളോട് ചോദിച്ചാൽ മതി. ഇന്നത്തെ ഈ ലൈലനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാവരും കാത്തു നിന്നാ. ലൈല വരുന്ന എത്ര വലിയ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കാണണമെങ്കിൽ അവന് കാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടുനോക്കിയപ്പോൾ ഒരു വിരൂപിയായ സ്ത്രീയാണ്. അപ്പൊ ആൾക്കാർ പറഞ്ഞു, അല്ല മജനൂൻ ഈ പെണ്ണിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാഴ്ച. അപ്പൊ ഇയാൾ പറഞ്ഞു, ലൈലന്റെ സൗന്ദര്യം കാണാനുള്ള കണ്ണിട്ട് ഈ കണ്ണാടെ വെച്ചെന്നാലേ മനസ്സിലാവുള്ളൂ. എന്നുവെച്ചാൽ സഹാബാക്കൾ എന്തേ ഇവിടെ വെച്ചെന്നാലേ അത് മനസ്സിലാവുള്ളൂ. വിൽക്കും നോക്കൂ, ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കേണ്ട ഈ സാധനമില്ല. കാരണം ഇതിനുള്ളിൽ വേറെ വേറെ സാധനം മേടിക്കിടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടിനോട് സ്നേഹം ഉണ്ടായി, വാപ്പി ഓളെ വാപ്പിയും എന്റെ വാപ്പി കുടുംബക്കാരൊന്നും നടത്തൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും വാപ്പനോട് ധിക്കരിക്കാനുള്ള മനസ്സിലാരില്ല. ഒരു ആപ്പിലുള്ളത് ഏതായാലും ഇവിടെ വേറൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാലും ആ പെൺകുട്ടിനെ പൂർണ്ണമായി സ്നേഹിക്കാൻ ഇങ്ങനെ ചിലപ്പോ സാധിക്കാറില്ല. എന്തുകൊണ്ട് എന്നാൽ ഇവന്റെ ഉള്ളിൽ മറ്റൊരു സ്നേഹം കുടിയിരുന്നിട്ടുണ്ട്. മറ്റൊരു സ്നേഹം കുടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെന്താ പരിപാടി പറയും 97 ബാച്ച്, പിന്നെ 85 ബാച്ചിനൊക്കെ ഗെറ്റുകൾ. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ശാപത്താണെന്ന് ചോദിച്ചാൽ അതാണ്. അതിന് നീ കുടിക്കുന്ന ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നാളെ അതിന്റെ പേരുകൾ ആക്കത്തു.
വേണ്ടാത്ത നമ്മളെ കൂടെ പഠിച്ചു നേരിച്ചിട്ട് അവളെ നമ്മളെ പെങ്ങളൊന്നല്ല, ഉളമുളെ പെങ്ങളൊന്നല്ല, ഉളമുളെ ഭാര്യയല്ല. അന്ന് പഠിക്കുന്ന കാലത്ത് കണ്ടതിനൊരു മാനുണ്ടായിരുന്നു. ഇന്ന് കാണുമ്പോൾ അതിന് വേറെ മാനങ്ങളാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് എത്രയോ കുടുംബ ബന്ധങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആണെങ്കിൽ പറയുമ്പോൾ സകല പെണ്ണുങ്ങളുടെ പണി എന്താ വെച്ചാൽ കേക്ക് ഉണ്ടാക്കാം. സകല പെണ്ണുങ്ങളും മത്സരങ്ങൾ ചോദിക്കും. ഞാൻ ഒരാളോട് മത്സരം ചോദിച്ചു. അതൊരു 8 മാസം ലോക്ക്ഡൌണിന്റെ ഒക്കെ ഒരു 5-6 മാസം മുമ്പ് ചിലർ കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. കേക്ക് ഉണ്ടാക്കാൻ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചു. എന്നോട് ഞാൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ കേക്ക് ഉണ്ടാക്കുന്നതിന് എന്താ തെറ്റെന്നൊക്കെ ചോദിച്ചാൽ എനിക്കതറിയില്ല എന്താ സംഭവം. പിന്നെയാണ് ഇതിന്റെ ഉള്ളുകണ്ണികൾ. ഇപ്പൊ മലപ്പുറത്തെ പെണ്ണുങ്ങളെ ഫുള്ള് പരിപാടി നെറ്റിൽ നോക്കുക, കേക്ക് ഉണ്ടാക്കുക, എന്നിട്ട് ആർക്കെങ്കിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുക, ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനു വേണ്ടി കേക്ക് കൊടുക്കുക, കേക്ക് ഉണ്ടാക്കുക, അത് കൊടുക്കുക, അത് വെക്കുക. അങ്ങനെ കേക്ക് കൊടുക്കുക. പിന്നെ കേക്ക് കൊടുത്തോടെ കൊണ്ടത് പോറ്റില്ല. ഒരു കേസ് മധ്യം പറയാൻ പറ്റി ഞാനാണ്. തലാഖ് സംഭവിച്ചു. അതിന്റെ കാരണം കേക്കാണ്. ദുസ്സാക്ഷിയായ അമ്മ കേക്ക് ഇത്ര വലിയ വില്ലനാണ് മനസ്സിലായത്. അവിടെ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കേണ്ട വഴി. കേക്ക് ഉണ്ടാക്കുക, ഹാപ്പി ബർത്ത്ഡേ. എന്ത് ബർത്ത്ഡേ? ഇസ്ലാമിന് അന്യമായ ഒരു കാര്യമാണ്. ക്രൈസ്തവർ അത് വലിയതാക്കിയിട്ട് ഈ ഉമ്മത്തിന്റെ മേൽ തലക്കേറ്റി പുളിച്ചി പെണ്ണുങ്ങളും പുളിച്ചി ആണുങ്ങളും കൂടിയിട്ട് ഈ പണിയെടുക്കുക. കേക്ക് ഉണ്ടാക്കുക. അന്യ പിച്ചമാരെ എല്ലാവരും വിളിച്ച് വാട്സപ്പിലും ഫുള്ള് നല്ലപോലെ ശ്രദ്ധിച്ചോളി. ഈമാൻ എവിടെ നമുക്ക് പോകുന്നറിയില്ല. പോയി ഈമാൻ എവിടെ നമുക്ക് അറിയില്ല. കേക്കിന്റെ കോലത്തിൽ ക്ഷേത്താൻ നിനക്ക് വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചു. അവർക്ക് ഭയങ്കര സംഭവം ആയിരിക്കും. മിക്ക ആണുങ്ങളുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ശല്യം തീർക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കണ്ടിരിക്കാൻ നാക്കട വാങ്ങി കൊടുത്ത ഓളാ കേക്ക് വെച്ച് കെട്ടിപ്പറോളും വെച്ച് സ്വസ്ഥായിട്ട് വല്ല വാട്സപ്പും വെറുതെ ബാക്കിയുള്ള എല്ലാ പരിപാടിയായിട്ട് വരുമ്പോ രണ്ടും ബ്രഹ്മാടികളായി 2 വശങ്ങളിലേക്ക് മാറിക്കഴിയുന്ന ദുരവസ്ഥയാണ് നാട്ടിലുള്ളത്. നബിയുടെ തങ്ങളോടുള്ള സ്നേഹം വരുമ്പോൾ നമ്മുടെ ഇരട്ടത്താപ്പ് നയായിരിക്കും. ബാക്കിയുള്ളതൊക്കെ കറക്റ്റാണ്. അതുകൊണ്ട് ഗെറ്റിലൊക്കെ പോയാൽ പഴയ കാലത്ത് ഒളിഞ്ഞു കിടക്കുന്ന സ്നേഹം രണ്ടാമത് പൊന്തും. അത് ഒറിജിനലാണ്. അത് ആദ്യം കയറിക്കൂടിയതാണ്. ഇക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുന്നാര ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്തതിന്റെ കാരണം നമ്മളൊക്കെ ഹൃദയത്തിനുള്ളിൽ പല സാധനങ്ങളും ആദ്യം കയറി കുടിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ദുനിയാവിനോടുള്ള മഹബത്ത്, അധികാരത്തോടുള്ള മഹബത്ത്, സ്ഥാനമാനങ്ങളോടുള്ള മഹബത്ത്, അതൊക്കെ കയറി കുടിക്കാൻ സുന്നത്ത് വരുമ്പോൾ സുന്നത്താൻ നമുക്ക് അറിയാം. പക്ഷെ എടുക്കാൻ കഴിയില്ല. ഞാൻ അങ്ങനെ എടുത്ത ആൾക്കാരെന്ന് വിചാരിക്കും എനിക്ക് ജനങ്ങളുടെ ഒരു സ്ഥാനമില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അബൂതാലിബിയൻ ചിന്തയാണ് അതിന്റെ പേര്. അബൂതാലിബിയൻ ചിന്ത എന്ന് വെച്ചാൽ അബൂതാലിബിന് അറിയാമായിരുന്നു അബൂതാലിബ് പറഞ്ഞത് എനിക്ക് ഉറപ്പായിട്ടും അറിയാം, അതുകൂടി വന്നിട്ടുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും അറിയാം എന്റെ സഹോദരപുത്രന്റെ ദീനാണ് ഏറ്റവും നല്ല ദീൻ. ലോകത്തിന്റെ മുഴുവൻ ദീനുകളെക്കാളും ഏറ്റവും നല്ല ദീൻ എന്റെ സഹോദരപുത്രൻ കൊണ്ടുവന്ന ഇസ്ലാമാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാനത് വിശ്വസിച്ചാൽ ഈ വയസ്സാക്കാലത്ത് പേരക്കുട്ടിന്റെ ദീനിൽ വിശ്വസിച്ചിരുന്നു. നമ്മൾ പൂർവ്വപിതാക്കന്മാരായി കൊണ്ടുവന്ന അതിനെ ഒഴിവാക്കിയ ജനങ്ങളെന്ന് പറയും എന്നൊറ്റ ചിന്തയുടെ പേരിൽ അബൂതാലിബ് നരകത്തിൽ കിടക്കേണ്ടി വരും. ഈ സംഭവനാണ് ഇപ്പം ഉള്ളത്. ഞാൻ എന്റെ നാട്ടില് സുന്നത്തായ കോളേജിൽ നടന്നാൽ എന്തെങ്കിലും പ്രശ്നം എന്റെ കച്ചവടത്തിനെ ബാധിക്കും, എന്റെ വാക്കിലിനെ ബാധിക്കും. ഇങ്ങനെ കുറെ സാധനങ്ങൾ ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞു കിടക്കുക. അതുകൊണ്ട് നമ്മൾ പറയും ദീൻ നല്ലതാണ്, നല്ല ദീനാണ്. പക്ഷെ വീടേക്ക് ദയവേദിട്ട് വരരുത്. കാരണം വീടേക്ക് വന്നാൽ ലോണും ഓടിയൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ദയവേദി മഹാനായ ദീനെ ഈ നല്ലത് തന്നെയാണ്. ഈ പള്ളി ഇരുന്നുണ്ട് അന്നെ കാണാൻ എപ്പോഴെങ്കിലും കുതിരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണ്ടേ, ഇങ്ങോട്ട് വരണ്ടേ, ഇങ്ങോട്ട് വരണ്ടേ. അതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ പാൻറ്റൊക്കെ മടക്കിയേക്കുന്നത്. ആരോട് പള്ളിയിൽ ആരെങ്കിലും വടി കയറ്റിക്കിട്ടോ കെട്ടണം പാൻറ്റ് തരാൻ ആരില്ലോ. പാൻറ്റ് അതിന് ചെല്ലാതൊന്നും പറയില്ല. പക്ഷെ പള്ളിയിൽ എത്തുന്നതിന് പേരൊക്കെ കയറ്റിക്കാണ്. കാരണം അവർക്കറിയാം എന്റെ ദരിദ്രങ്ങൾക്ക് ഇത് ഇഷ്ടം പറയും, എന്റെ ദരിദ്രങ്ങൾക്ക് ഇത് ഇഷ്ടമില്ല നമുക്കറിയാം. അതുകൊണ്ടോ ദരിദ്രങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ പാൻറ്റ് കയറ്റി ഇറങ്ങിപ്പോകും. നബിയെ ദീനെ ഒക്കെ നല്ലത് തന്നെയാണ് ഇവിടെ നിൽക്കുക. ഞാൻ ഈ മുഴുവൻ പാൻറ്റേറ്റിന്റെ സമുദായത്തിന്റെ അടുക്കലേക്ക് പോയാൽ അവരെന്നെ ഭ്രാന്തന്മാരാക്കും, അവരെന്നെ പരിഹസിക്കും, മുല്ലാതെ വിളിക്കും.
മുല്ലനെ വിളിക്കും, തങ്ങളെന്ന് വിളിക്കും, മൊയ്ലിയാരെന്ന് വിളിക്കും. അതുകൊണ്ട് അത് വേണ്ട, ഞാൻ എന്റെ കൂടെ തന്നെ ഉള്ളത്, ഞാൻ ആവശ്യമുണ്ടാവും പള്ളിക്ക് വരട്ടെ. നമ്മളെ വീട്ടിക്ക് ദീൻ വരാൻ നമുക്ക് ഇഷ്ടമല്ല, നമ്മളെ വീട്ടിക്ക് ദീൻ വരാൻ നമുക്ക് ഇഷ്ടമല്ല. കാരണം ദീൻ വന്ന ഒരുപാട് പ്രശ്നമാണ്. അപ്പൊ ദീൻ നമുക്കറിയാം, നമുക്ക് പുറത്തിറക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള മഹബത്ത് മറ്റു വസ്തുക്കളോടാണ്. സഹാബാക്കൾ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള മഹബത്ത് എത്രത്തോളായി എന്ന് പറഞ്ഞാൽ ബദറിന്റെ പകരം കൂട്ടാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ, അവരുടെ പ്രധാനികൾ വധിക്കപ്പെട്ടു, പ്രധാനികൾ അബൂജഹലടക്കം കൊല്ലപ്പെട്ടു. കരീം എന്ന് പറഞ്ഞ കറ്റിലേക്ക് അവരുടെ ജഡങ്ങൾ കൊണ്ടുപോയി തള്ളി സഹാബാക്കൾ. അങ്ങനെ അതിന്റെ പ്രതികാരം തീർക്കാനുള്ള ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒന്നും കഴിയില്ല. അവസാനം പിടിക്കപ്പെട്ടു. കുറച്ച് സഹാബാക്കളെ പല കാരണങ്ങൾ പറഞ്ഞ് എന്റെ ദീനും തബ്ലീഗും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് ജമാഅത്തിനെ തെരഞ്ഞെടുപ്പ് പറഞ്ഞ നിബിധന ശാസ്ത്രങ്ങളായി ജമാഅത്തിന് അയച്ചു കൊടുത്തു. ആ ജമാഅത്തിന്റെ കൂട്ടത്തിൽ എങ്ങനെയൊക്കെ അവരോട് ചതിക്കുകയും അങ്ങനെ പിടിക്കപ്പെടുകയും ചെയ്തു. ഹുബൈബ് റളിയല്ലാഹു അൻഹു പിടിക്കപ്പെട്ടു, തടവിലാക്കി കൊണ്ടുവന്നു. എന്നിട്ട് മക്കയിലെ മാർക്കറ്റിൽ ഭയങ്കര വില പറയാൻ തുടങ്ങി ഹുബൈബിന്. ഓരോ കുടുംബക്കാരെയും ഹുബൈബിനെ ഞങ്ങൾക്ക് തന്നാലേ, ഞങ്ങളുടെ പിതാവിനെയും ഞങ്ങളുടെ വലിയാപ്പനെയും ഒക്കെ വധിച്ചതിന് പകരം ഹുബൈബിനെ തരാണെങ്കിൽ ഇത്ര ദിർഹം തരാന്ന് പറഞ്ഞ ആൾക്കാർ വലിയ വലിയ ഓഫറുകൾ ചെയ്യാൻ തുടങ്ങി. കാരണം ഹുബൈബിനെ കൊന്നിട്ടെങ്കിലും ഞങ്ങൾ അതിന് പകരം കിട്ടണം, അതിന് പൈസ എടുത്ത് വാങ്ങാൻ. അവസാനം പറയാൻ എല്ലാവരും കൂടി തീരുമാനിച്ചു, ആകെ കിട്ടിയത് ഒരു ഹുബൈബാണ്, എല്ലാവർക്കും പകരം തീർക്കും വേണം. അതുകൊണ്ട് എല്ലാവരും കൂടി വേണ്ടിയിട്ട് ഹുബൈബിനെ പരസ്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഡേറ്റ് ഇട്ടിട്ട് പരസ്യമായി തൂക്കിലേറ്റിട്ട് കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തടക്കൽ വെച്ച ദിവസം, തൂക്കിലേറ്റാൻ വേണ്ടി തീരുമാനിച്ച ദിവസം കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അത്യാഭിലാഷമായി എന്താ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ ഹുബൈബ് റളിയല്ലാഹു പറഞ്ഞു, എന്നെ തൂക്കിലേറ്റാൻ കൊണ്ടുപോകണല്ലോ, അതുകൊണ്ട് എനിക്ക് എന്റെ കളയേണ്ട രോമങ്ങളൊക്കെ, കളയേണ്ട രോമങ്ങൾ എന്നാൽ നമ്മളെ നാട്ടിലെ ഭാഷ ആണെങ്കിൽ താടി മുടിയൊക്കെ, നമ്മളെ നാട്ടിലെ ഭാഷ താടി മുടിയൊക്കെ വൃത്തിയാക്കുക. അല്ല താടി പഠിക്കാനുള്ളതല്ലോ. നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ താടി ഒന്ന് പഠിച്ചൊരു മുമ്പിനായിട്ട് ഇടുവാ, ഒരു ഈമാവൾച്ചല്ലേ എല്ലാവരുടെ പൊത്ത് എന്നൊക്കെ പറയും. താടിണ്ടായ അള്ളമാവാക്കി തന്നെ വയസ്സായ കുടിയോട് വയസ്സായ പെണ്ണുങ്ങൾ വരെ പറയും കൊലക്കെ താടികൾ പഠിച്ചത് ഈമാവൾച്ച പറ്റാൻ. നിങ്ങളുടെ സുന്നത്ത് പോയാലേ ഈമാവൾച്ച കിട്ടുള്ളൂ നമുക്ക്. എന്തുകൊണ്ട് എന്നാൽ നമ്മളെ വെളിച്ചം വേറെയാണ്. അതുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്റെ കളയനോ കക്ഷരോമോ മറ്റൊക്കെ കളയാൻ നെഗൊക്കെ വെട്ടാൻ വേണ്ടി ഒരു കത്തി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കത്തി കൊടുത്തു. അങ്ങനെ അദ്ദേഹം അതൊക്കെ വൃത്തിയായി. ഏതായാലും മരിക്കാൻ പോവല്ലേ, അതുകൊണ്ട് പോയി ഒരു മുമ്പിന് എപ്പോഴും അതിന് റെഡി ആയിക്കൊണ്ടിട്ടാണോ. ചിലർ ഈ ചെയ്തേക്കും, പക്ഷെ കയ്യൊക്കെ ഇറങ്ങി പിടിച്ചില്ലെങ്കിൽ കക്ഷത്ത് ജന്മത്തിൽ വിളയിൽ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ കക്ഷരോമം കളയണം, ബാക്കി കളയേണ്ട രോമങ്ങൾ കളയണം. അത് 40 ദിവസം കഴിഞ്ഞാൽ അവന്റെ ദുആ പെൻഡിങ്ങിലാവും. അവന്റെ ദുആയുടെ മുകളിൽ കയറിക്കൂല. എല്ലാ ആഴ്ച ചെയ്യാൻ പറ്റിയിട്ടില്ല, അത്രയും ചെയ്യണം. എന്നുവെച്ചാൽ എപ്പോഴാണ് മരിക്കാന്ന് അറിയാം. വൃത്തിയിലുണ്ടാകാം, അതൊക്കെ വെട്ടിയോ വൃത്തിയിൽ ഓരോ വെള്ളിയാഴ്ച റെഡിയാകാം. കാര്യം ശ്രദ്ധിക്കണം. അവിടെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കത്തി കൊടുത്തു. ആകെ ചെയ്യുന്നതിനിടയിൽ ഒരു ചെറിയ കുട്ടി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അപ്പൊ ആ കുട്ടീനെ എടുത്തു, എന്നിട്ട് മടിയിൽ ഇങ്ങനെ വെച്ചു, കയ്യിൽ കത്തി. ഏതായാലും പോവുകയാണ്. ആര്? ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കിലേക്ക് തീരുമാനിച്ചതാണ്. എനിക്ക് രക്ഷപ്പെടുന്നില്ല. ഒരു കുട്ടിയെങ്കിലും ഒരു കുട്ടി കോട്ടയത്ത് നാളെ ഇസ്ലാമിന്റെ മുസ്ലിമിങ്ങൾ ശത്രുവായിട്ട് വളരാത്ത കുട്ടിയല്ലേ, കോട്ടെ ഇല്ല. ആ കുട്ടീനെ മടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഹുബൈബ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ ഫുഡ് കഴിക്കുന്നത് ഈ വീട്ടുകാർ കണ്ടിട്ടുണ്ട്. എന്താ ഫുഡ് എന്ന് പറഞ്ഞാൽ അൺസീസണിൽ മുന്തിരി കടിക്കുന്നുണ്ട്. ആര്? ആ മറിയം ബീവിക്ക് മാത്രമല്ല കിട്ടുക, തെറ്റിദ്ധരിച്ചിരിക്കാൻ ഈ സമുദായം. മറിയം ബീവിക്ക് മാത്രം ഖാസായതാണ്. അല്ല, മറിയം ബീവിക്കല്ല, ഈമാന്റെ മുഴുവൻ അഹ്ലുകാർക്കും ഹാദിറായ അല്ലാഹു എന്നും അത് കൊടുക്കാൻ കഴിവുള്ളവരാണ്. നമുക്ക് വാങ്ങാൻ താക്കത്തില്ലാത്ത മാത്രം. അതുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു മുന്തിരി അൺസീസണിലെ പഴം തിന്നുന്നത് ആര് കാണട്ടെ? ഓരോ വീട്ടിലെ തലവിലാണ്ടത് ഓരാരും കൊടുക്കില്ല. അപ്പൊ തന്നെ ഒരു ആളെ മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ പൊരുത്തപ്പെട്ട്. പക്ഷേ ജനം ഇങ്ങനല്ലല്ലത്. ഒരാകെ ബേജാറായി, കൂട്ടുകാരൊക്കെ ബേജാറായി ഇങ്ങനെ നിന്നപ്പം ഹുബൈബ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, ഈ കുട്ടിനെ ഞാൻ വധിക്കും നിങ്ങൾ വിചാരിക്കണ്ടോ? നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം നൽകിയിട്ടില്ല. കുട്ടികളെയും സ്ത്രീകളെയും
ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ഹുബൈബ് റളിയല്ലാഹു മുട്ടിനെ വിട്ടു. എന്നെ കൊണ്ടേ തെന്നീമിന്റെ ഭാഗത്താണ് കൊണ്ടേ എന്നാണ് പറയുന്നത്. തെന്നീം എന്ന് പറഞ്ഞാൽ മസ്ജിദ് ആയിഷ ഉണ്ടാവും. ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ അറിയാം മസ്ജിദ് ആയിഷ. രണ്ടാമതൊരു ഒട്ടൊക്കെ ചെയ്യണമെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹറമിന്റെ ഏറ്റവും അടുത്ത സ്ഥലമാണിത് തന്നെയാണ്. അതിന്റെ പിൻഭാഗത്തുള്ള മലയുടെ ഭാഗങ്ങളിലിടമാണ് ആളുകൾ മൊത്തം തടിച്ചു കൂടിയിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ തുക്കിലിന്റെ തമാശ കാണാൻ വേണ്ടി വന്നത്. ഒരു പകരം ചൊരിക്കൽ കൂടി തോറ്റാല കണ്ടവർ കോല കത്തിക്കലൊക്കെ അല്ലേ. ഇതേമാതിരി അതിന്റെ പിടിച്ചു തീർക്കാൻ ഇങ്ങനെ കൊണ്ടേക്ക് ആൾക്കാരെല്ലാവരും കൂടിയിട്ടുണ്ട്. ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അന്ത്യാഭിലാഷയ്ക്ക് എന്താ വേണ്ടത്? അവൻ ഹുബൈബ് റളിയല്ലാഹു എനിക്ക് എത്ര കാലം സ്വീകരിക്കണം, എന്റെ ഭാര്യനെ കാണണം, കുട്ടികളെ കാണണം എന്നല്ലെങ്കിൽ രണ്ടര നിസ്കരിക്കണം. സ്വസ്ഥമായി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഹുബൈബ് റളിയല്ലാഹു പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് നിസ്കരിക്കാൻ തോന്നുന്നുണ്ട്. കാരണം അല്ലാഹുവായിട്ടുള്ളവരെ ഹൃദയത്തിന്റെ ലിങ്കാതായിരുന്നു. എനിക്കും ഇത് പറഞ്ഞാൽ കൂടി മനസ്സിലാവില്ല. കാരണം നമ്മളൊക്കെ ദുനിയാവിന്റെ വസ്തുക്കളിൽ കിടന്ന് കുടുങ്ങിക്കിടക്കാൻ. ഹുബൈബ് രണ്ടര കാലത്ത് നിസ്കരിക്കാൻ തോന്നിയിട്ട് ഞാൻ മരണത്തെ പേടിച്ചിട്ട് നിസ്കരിച്ച് എന്നെ നീട്ടിക്കൊണ്ടുപോകണമെന്നൊക്കെ നിങ്ങൾ പറയുമെന്നുള്ള ഭയമില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിസ്കരിച്ചത്. ഹുബൈബ് റളിയല്ലാഹു അൻഹു കഴിവത്തിലേക്ക് അബൂ സുഫിയാൻ ചോദിച്ചു. അന്ന് അബൂ സുഫിയാൻ പെടുത്താറുണ്ട്. അബൂ സുഫിയാൻ ചോദിച്ചു, ഹുബൈബ് നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂക്കണമെന്ന് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പയച്ചുവിടാം. നമ്മളൊക്കെ അപ്പം മുസ്തഹിലാണ്. നമ്മളൊരു ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം, പിന്നെ മരിക്കുന്നത് വരെ അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് ജിഹാദ് ചെയ്യാം. നബിതങ്ങളെന്തായാലും തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മസാല ഉണ്ടാക്കിയിട്ട് ചാടിയനെ. പക്ഷെ ഹുബൈബ് റളിയല്ലാഹു പറഞ്ഞു, ഇവിടെ ഉപ്പ് തിരിയ, ഇവിടെ ഉപ്പ് തിരിയ. ഹൃദയത്തിന്റെ ഉള്ളിൽ മഹബത്തുള്ളവർ താങ്ങാൻ കഴിയില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങളെ വീട്ടിലിരിക്കി കാലിൽ മുള്ളു തറക്കണ കൂടി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കിലേക്ക്. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ഹബീബിനോട് സലാം പറഞ്ഞേക്കാൻ കൂടെ ആരും ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ മദീനത്തിൽ മുനവ്വറയിൽ വഅലൈക്കും അസ്സലാം യാ ഹുബൈബ് പറഞ്ഞു. സഹാബക്കൾ എവിടെ ഹുബൈബ് സലാം എവിടെ? നബി തങ്ങൾ സാഹചര്യം പറഞ്ഞു, ഹുബൈബിനെ അവർ ഷഹീദാക്കി. ആ സലാം നബി തങ്ങൾ സാഹചര്യങ്ങൾക്ക് എത്തിക്കപ്പെട്ടു. നമ്മുടെ ഇഷ്ടം മരിച്ചടി പോയാലും ശരി നബി തങ്ങൾ സാഹചര്യം തങ്ങളെ നാവുകൊണ്ട് പോലും ഞങ്ങളൊന്നും പറയില്ല. നമ്മള് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. നമുക്ക് സുന്നത്ത് പ്രശ്നമല്ല, നബി തന്റെ സാധനങ്ങൾ ദീനും പ്രശ്നമല്ല. നമുക്ക് ജീവിതം ജീവിക്കണ്ട ചോദിക്കാം. സാധാരണ നമ്മൾ ജീവിക്കാൻ വന്നുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കി നമ്മൾ മരിക്കാൻ വന്നവരാണ്. നല്ല നിലയ്ക്ക് ജീവിച്ച് മരിച്ചു പോവാം. നമ്മുടെ റിസൾട്ടും നമ്മുടെ ജീവിതവും മരണത്തിന് ശേഷമാണുള്ളത്, ജീവിതത്തിലുള്ളത്. അവിടെ ഇവിടെ ദീനനുസരിച്ച് ജീവിക്കുക, ഇവിടുന്ന് മരിച്ചു പോവുക, അവിടെ എത്തിയിട്ട് സുഖിക്കുക, അവിടെ എത്തിയിട്ട് സന്തോഷിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ മക്സദ്. അവിടെ സാധാരണമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അവിടെ ഇതാഴ്ച ഉണ്ടാവണം, അനുസരണ ഉണ്ടാവണം, എല്ലാ കാര്യത്തിലും അനുസരണ ഉണ്ടാവണം. അനുസരണ, അത്ര അനുസരണ. പ്രതിസന്ധി ഘട്ടത്തിൽ സഹാബക്കൾ അനുസരിച്ചു. എന്തെല്ലാം അവസ്ഥകളുണ്ടായി അനുസരിച്ചു സഹാബ. അവരുടെ വികാരങ്ങൾ, അവരുടെ വിചാരങ്ങൾ, അവരുടെ എല്ലാം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അർപ്പണം ചെയ്തു. അപ്പം അല്ലാഹു അവരെ സഹായിച്ചു, അവരെ സ്നേഹിച്ചു, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടു. അല്ലാഹുവിന്റെ സഹായം അവർക്കുണ്ടായി. എനിക്കും നോക്കുന്നു സഹായില്ല. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും ദുആ ചെയ്തിട്ട് ജീവിതം ദുആ ചെയ്തൊരു ബന്ധമില്ല. ദുആ വേറെ വയ്ക്ക്, ജീവിതം വേറെ വയ്ക്ക്. പലിശ തിന്നണവൻ, കൈക്കൂലി കൊടുക്കണവൻ, ഓരോക്കെയാണ് ദുആന്റെ നേതൃത്വങ്ങളിലുള്ളത്. കുടുംബബന്ധം കുറിച്ചവൻ, മാതാപിതാക്കളെ ഉപദ്രവിച്ചവൻ, അവരെ അനുസരിക്കാത്തവൻ. അവർ ഉലമാക്കൾ എഴുതുന്നുണ്ട്, മാതാപിതാക്കളെ അനുസരിക്കുന്ന സന്താനങ്ങളുണ്ടായാൽ ഈ ഭൂമിക്ക് അത് ശാപാണ്, ഈ നാടിന് ശാപാണ്. ആരെ വാപ്പനിമ്മനെ അനുസരിക്കുന്ന ആൾക്കാരുള്ളത്? മക്കൾ മുഴുവൻ വാപ്പനിമ്മനെ ധിക്കരിക്കുന്ന അവസ്ഥയിലുള്ളത്. പിന്നെ ഈ ആൾക്കാരുണ്ടാവും. അമ്മാന്റെ കോപം എങ്ങനെ വരാതിരിക്കും? നമ്മൾ വേറെ എന്തൊക്കെ പറയും, നമ്മൾ വേറെ എന്തൊക്കെ
യാദൃച്ഛികമായി വരുന്നതല്ല, പടച്ച കൊണ്ടേക്ക് ഇരുത്തുന്നതാണ്. പടച്ച കൊണ്ടേക്ക് ഇരുത്തുന്നതാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, അങ്ങനത്തെ മക്കൾ, അങ്ങനത്തെ ആൾക്കാർ, പലിശ വാങ്ങുന്നവർ, അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം ചെയ്യുന്നവർ, ഓരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ദുആകൾ ദുആ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യർ ദുആ നടക്കുന്നുണ്ട്. പക്ഷേ ദുആ കൃത്യത്തിലുള്ള ക്വാളിറ്റി കൂടി ഉണ്ടാവട്ടെ. ഹറാമ് തിന്നോണ്ട് ദുആ മഖബൂലാവൂല. ഒരു യാത്രക്കാരൻ അവന്റെ മുടിയൊക്കെ പാടി പറന്നിട്ടുണ്ട്, വസ്ത്രങ്ങളൊക്കെ അഴിച്ചു പിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവൻ അത്ര അവസ്ഥയിലാണത്, മുസാഫിറാണ്. അവന്റെ ദുആ എന്തായാലും കബൂലാവും. പക്ഷെ അവൻ ആകാശത്തേക്ക് കൈനിട്ട് യാ റബ്ബി യാ റബ്ബി യാ റബ്ബ് എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവന്റെ ദുആ എങ്ങനെ സ്വീകരിക്കാനാണ്? തആമുഹു ഹറാം വശറാബുഹു ഹറാം വമൽബസുഹു ഹറാം. അവന്റെ ഭക്ഷണവും അവന്റെ പാനീയവും അവന്റെ ധരിച്ചതൊക്കെ ഹറാമാണ്. അവന്റെ ദുആ എങ്ങനെ സ്വീകരിക്കാനാണ്? അവിടെ സാധാരണമാരെ സുന്നത്തെ നബവിയ്യ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. അത് തിന്നാൻ പറ്റൂല, ഇത് തിന്നാൻ പറ്റൂല. വിളിച്ച കല്യാണത്തിനൊക്കെ എങ്ങനെ പോവാം? ആവാസസ്ഥലങ്ങൾ നടക്കുന്നിടത്ത് അവിടെ പോയി കൂട്ടും കൊടുക്കുക. ഇപ്പോഴത്തെ പുതിയ സംസ്കാരമാണ് മലപ്പുറത്തിന്റെ സംസ്കാരം. കല്യാണങ്ങളൊക്കെ ഓഡിറ്റോറിയങ്ങളിൽ ഒരു സ്റ്റേജില്ല, എന്നിട്ട് അലങ്കൃതമാക്കപ്പെട്ട കസേരകൾ രണ്ടെണ്ണം കൊണ്ടയച്ചിട്ടുണ്ടാവും. ഇമാം സുത്തുപോകുക, നിക്കാഹ് നടത്തുക. എന്നിട്ട് ഇമാം സാഹിബിനോട് പറയാൻ ഞങ്ങളുടെ ഇവിടെ ഭക്ഷണം തന്നെ സൈഡിൽ കൂടെ അയാളെ കൊണ്ടുപോകുക, ഭക്ഷണം കഴിപ്പിക്കുക, വേഗം പുറത്തെടുക്കുക, അയാളെ വാറ്റ വിടല് ചില്ലറ കയ്യിൽ നിന്ന് അയാൾക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ അവിടെ എന്താ ഉള്ളത്? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കേക്ക് കുറിച്ച മലപ്പുറം ജില്ലയിലെ നസ്രാണിക്ക് വരെ കുട്ടിക്കാർ പറക്കും, നസ്രാണിക്ക് വരെ. പക്ഷെ നമ്മളാൾക്കൊന്നും അറിയില്ല. ആചാര്യ പള്ളിയിൽ ഒന്നാമത്തെ തൊട്ടുണ്ടാകുന്ന ആളാണിപ്പോ കസാരട്ട് കൊടുത്തത്. മോർക്കും മോക്കും മരോക്കും ഇതൊരു കേക്ക് കുറിച്ചിട്ട് ഓടെ വായക്ക് വെപ്പന്റെ വായക്ക് വൃത്തികേടുകൾ എങ്ങനെ നിൽക്കുന്ന സാധനങ്ങളെ പിൻപറ്റുന്ന ആളുകൾക്ക് ഇത് കഴിയും? തങ്ങളോടുള്ള മഹബ്ബത്ത് അത് ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടതാണ്. വാക്കുകളിലോ എഴുത്തുകളിലോ അല്ല, വാക്കുകളിലോ എഴുത്തുകളിലല്ല. നിങ്ങൾ ജീവിതം കൊണ്ട് തെളിയിക്കും. അവിടെ സാർമാരെ നിമിതങ്ങളുടെ സാധനങ്ങളുടെ മഹബ്ബത്ത് അത് സുന്നത്താണ്. സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടല്ലാണ്. സുന്നത്തുകൾ വരുമ്പം ഫർളുകൾക്ക് നിഷ്ഠ ഉണ്ടാവും. ഫർളുകൾക്ക് നിസ്കാരത്തിന്റെ കാര്യമാവട്ടെ, നോമ്പിന്റെ കാര്യമാവട്ടെ, എല്ലാ കാര്യത്തിലും. അതില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മളോ ഇതാളായി, നമ്മളും ഇതാണ്. എന്തെങ്കിലുമൊക്കെ പരിപാടി എടുക്കണ്ടെങ്കിൽ അതിന് ചില്ലറമായി കൊടുത്താൽ ഇതാളായി. ഇതിന്റെ പരിപാടി എടുക്കുമ്പോൾ അതിന് അങ്ങനത്തെ കുറെ ആൾക്കാർ എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും കൊടുത്ത് നമ്മളെല്ലാവരെയും ആളാവും. ഏതെങ്കിലും കൂടി ആളുടെ കയറി കിട്ടല്ലോ. ചുളിവും വേറൊരു പരിപാടിയൊന്നും ദീനിലില്ല. ദീൻ അത് ഒരു ജീവിത പദ്ധതിയാണ്. അയാളുടെ ജീവിതത്തിൽ അത്തരത്തിലുണ്ടാവണം, അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മളൊക്കെ സാധാരണ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ ആചാരങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര എന്തൊക്കെയാണ് പാട്ടെന്ന് അർത്ഥമാണ്. മരിച്ചതിന് ശേഷം ചിലപ്പോൾ പുതിയ ഐറ്റംസ് ഇറങ്ങിയത് കബറിനകത്ത് പുൽക്കൂത് എന്തത് ഒരു ചീട്ട് ഇങ്ങനെ കൊടുക്കുക. അതെല്ലാവർക്കും അങ്ങനെ ഒരു ലാമിനേറ്റ് ചെയ്തെടുത്ത് ഞാൻ കവറിറക്കാൻ വേണ്ടി പോയപ്പോ ഇരിക്കുന്നു ഒരു കടലാസ്. ഞാൻ തെരഞ്ഞ സാധനം നോക്കുമ്പോൾ സൂറത്ത് മുൽക്കാണ്. എല്ലാവരും ഓതാൻ സൂറത്ത് മുൽക്ക്. ഈ സാധു തിരക്കിന്റെ ഇടയിൽ അവതാരം ചെയ്തിട്ടില്ല. എന്തിന്റെ വഴി പറയുന്നത് ഈ സാധുവിന് ഓതാൻ നേരം കിട്ടിയില്ല. അതുകൊണ്ട് അയാൾ പേരെ മരിച്ചിട്ട് ഇപ്പൊ നേരത്തെ ആൾക്കാരാണ് ആര് നമ്മൾ ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, അവിടെ അത് ഊതി കൊടുത്തേക്കാം. അത് കാണാൻ സഹോദരന്മാർ തോന്നും മാഷാല്ലാ ഞാൻ മരിച്ചാലും എന്താവും ഇതൊക്കെ ഓതില്ലോ, ഞാൻ കഴിച്ചില്ല. അപ്പോഴും വിരോധില്ല, വിരോധില്ല. എങ്ങനെങ്കിലൊക്കെ ചവിട്ടി കുത്തിക്കേറ്റിയ പാസ്പോർട്ടിൽ തല മാറ്റിക്കച്ചി ചവിട്ടി കുത്തിക്കേറ്റി പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷെ ആശത്തിൽ ആ പരിപാടിയൊന്നും നടക്കൂല. സുന്നത്തുണ്ടോന്ന് ചോദിക്കൂ. അതായിരിക്കും ഈ ആളങ്ങൾ അറിയാൻ ചോദിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ അങ്ങനെ സ്നേഹിച്ചവർ അവർക്ക് കാണുമ്പത്തിന് ഉണ്ടാവും. ഒരു കാണുമ്പത്തിന് പറയുന്നതിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ പറയും കറിയില്ല. കാരണം അറിയില്ല, ഓണോന്റെ ജീവിതത്തിൽ അങ്ങനത്തെ റോൾ മോഡലിനെ പറ്റി ആലോചിച്ചിട്ടില്ല. അവിടെ സാധാരണ സുന്നത്തിലേക്ക് മടങ്ങി, ഇത്തിബായിലേക്ക് മടങ്ങി, ഇത്താഴത്തിലേക്ക് മടങ്ങി. അത് ഉണ്ടാവണം. അത് സുന്നത്താണ് വേണം ചെയ്തേക്കുക.
ചെയ്തേക്കാം. അതിന്റെ ഓ കണ്ട് വെനന്ത് പറയും നമ്മൾ ആരെന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞല്ലോ വയസ്സനായി എന്നറിയുന്നതൊക്കെ കഴിഞ്ഞ ആഴ്ച ഭയങ്കര വയസ്സനായി. കാരണം എന്റെ കൂടെ പഠിച്ചാലൊക്കെ സ്റ്റേജിൽ അടിച്ചുകൂടിയിട്ട് എടുക്കാൻ അപ്പൊ നമ്മൾ സ്വാഭാവിക വയസ്സനോ ഇങ്ങനെ കണ്ടപ്പോഴാണ് എന്റെ ക്ലാസ്മേറ്റാണ് ഒരാളില്ലേ, നിങ്ങളെ ക്ലാസ്മേറ്റ് ഒരാൾ ഓപ്പോഴും ഒരു വയറ്റിലെ ദമ്മിലാണ് സ്വാഭാവിക വയസ്സായില്ലേ. അപ്പോഴൊക്കെ പ്രത്യേകിച്ച് സന്തോഷം അലയടിക്കണം സാധ്യത. ചെറുപ്പക്കാരനാണ് ഒരു സ്ഥലം വരാണ്ട് അവിടെ ചെറുപ്പക്കാരനാണ്. ഏടന സ്ഥലം അവിടെ എത്തില്ല, അവിടെ വാർദ്ധക്യം ഉണ്ടാവില്ല. അവിടെ ഒന്നും ചെറുപ്പക്കാരനായിരിക്കണം. പക്ഷെ അടത്തണം. ഈ പരിഹാസം അതിനുള്ളതാണ്. ഇതൊക്കെ നമ്മളെ കുലുക്കിവെക്കാണ്, മേടിവെക്കാണ്. എന്തായാലും സുന്നത്തെടുക്കുമ്പോൾ ആൾക്കാർ കലാകാരം. എന്റെ ഒരു ഫ്രണ്ട് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചാൽ കോഴിക്കോട്. ഓ പഠിക്കണം തന്നെ ജുബെടുന്ന ആളാണ്. ആ മറ്റേ ജുബുണ്ടല്ലോ ബുദ്ധിമാന്റെ ഒരു ജുബിയായിട്ട് ഇങ്ങനെ കോമാളിയിട്ട് പോണതാണ് കോളേജിലേക്ക്. SLC കഴിഞ്ഞതിന്റെ ശേഷം ഷർട്ട് നിർമ്മാണം ഇട്ടിട്ടേ ഇല്ല. ഫുള്ള് ജുബയുടെ പേര് ജുബ ബുദ്ധിമാൻ ജുബായിട്ട് ഇങ്ങനെ ജൂലിച്ച് ഇങ്ങനെ കോളേജിൽ പോണ ആളാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ് കച്ചവടം തുടങ്ങി. കച്ചവടം ചെയ്യുമ്പോഴും ജുബയിടല്ലേ. പിന്നെ ഒരു ദിവസം ഞാൻ പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് കൂടെ ഒരു 3 ദിവസം വന്നു. മാഷാല്ല റാജായി. അപ്പോഴും ജുബനുണ്ട്. മോനെ വലിയ പണിയെടുക്കേണ്ട ആവശ്യമില്ല. അവൾ ഓൾറെഡി ജുബയിലുള്ളത്. കുറച്ച് ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ചെറിയ താടിയൊക്കെ വന്നു. അപ്പൊ പിന്നെ ആൾക്കാർക്കൊക്കെ പ്രശ്നം ജുബയാണ്. ഞാൻ അത്ഭുതം കിട്ടുപോയി. ഈ ജീവിതം മുഴുവൻ ചുമ്പട്ട് ഓർക്കിപ്പം ചുമ്പട്ടത് ഉത്സാഹ താടിച്ചേർന്നോക്കട്ടെ, ആരും കുഴപ്പമില്ല. സുന്നത്ത് താടിച്ചോക്കട്ടെ, ഫുള്ള് പ്രശ്നക്കാരായിരിക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് വേറൊന്നുമല്ല, ഇത് ശൈത്താനിന്റെ കുത്താണ്. എന്തിനാണ് അവർ മൺകല എടുക്കുന്ന പീടിയെ പോയാൽ ആദ്യം ആ കലങ്ങനെ എടുക്കും, എന്നിട്ട് ഇങ്ങനെ ഒന്ന് മേടിക്കും. വേണ്ടതിനൊക്കെ കുട്ടിയാൽ ചിലപ്പോൾ അനുഭവപ്പെട്ടാൽ ശബ്ദത്തിന് വേറൊരു ശബ്ദം ഉണ്ടായാൽ അവിടെ തന്നെ വെക്കും. പതുക്കെ അടുത്തെടുക്കും മേടും അവിടെ തന്നെ വെക്കും. കലം പൊട്ടിക്കൊന്നുമില്ല, പക്ഷെ മേടി വെക്കാണ്. മേടല് സൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ വെക്കുക. കാരണം ഉള്ളിൽ അലങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. സുന്നത്ത് ഒരാൾ ജീവിതത്തിൽ നിന്ന് എടുത്തു വരുമ്പോ തന്നെ ഈ കൊട്ട് അന്നാലും വാസുന്നുണ്ടാവും. അങ്ങനെ കൊട്ടി വെക്കും. ഇപ്പന്നതിന് പറ്റുമോ പറ്റൂല. മിക്കവാറും കലം അവിടെ തന്നെ വെച്ച് പോരാ. കലം അവിടെ തന്നെ വെച്ചു പോലെ. കാരണം എന്താ പറഞ്ഞാല് അവിടെ അവരൊന്നടി താടി വെക്കുമ്പോഴത്തേനും ഒരിടച്ചേർ മുത്തച്ഛന്മാരുടെ കൂടി 2 ഡയലോഗ് പീസ് ഇട്ടാൽ അവരെ വെറുതെ ഇരിക്കണ്ടാട് പഠിച്ചു. ആ മേഡലാണ് ആ മേഡൽ. ഞാൻ അങ്ങനെ ഒരു മേഡലിനെ പോട്ട് നാളല്ല എന്തായാലും أَمَحَسِبْتُمْ أَنْ تَدْخُلُوا الْجَنَّةَ وَلَمَّا يَأْتِكُمْ مَثَلُ الَّذِينَ خَلَوْا مِنْ قَبْلِكُمْ مَسَّتْهُمُ الْبَأْسَاءُ وَالضَّرَّاءُ وَزُلْزِلُوا حَتَّى يَقُولَ الرَّسُولُ وَالَّذِينَ آمَنُوا مَعَهُ مَتَى نَصْرُ اللَّهِ أَلَا إِنَّ نَصْرَ اللَّهِ قَرِيبٌ. എന്താ നിങ്ങൾ വിചാരിക്കട്ടോ? ഹസിബ്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അൻ തദ്ഖുലുൽ ജന്ന സ്വർഗ്ഗത്തിൽ ഓടിക്കയറാൻ നിങ്ങൾ വിചാരിക്കട്ടോ? വലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലികും നിങ്ങളുടെ മുൻഗാമികളിൽ കഴിഞ്ഞു കടന്നതൊന്നും കഴിഞ്ഞു കടക്കാതെ അങ്ങനെ സ്വർഗ്ഗത്തിൽ പോകാൻ നിങ്ങൾ വിചാരിക്കട്ടോ? എന്താണ് അവരിൽ കഴിഞ്ഞു കടന്നത്? മസ്സത്തുഹുൽ ബഅ്സാഉ വദ്ദറ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അവർക്ക് ബാധിച്ചു. എത്രത്തോളമായി അവരെ വിറകൊള്ളിക്കപ്പെട്ടു. പ്രവാചകന്റെ കൂട്ടത്തിൽ വിശ്വസിച്ച അനുയായികളും പറയുമാ എന്ത് ഇനി എപ്പോഴാണ് അള്ളാന്റെ സഹായം വരിക? അപ്പൊ പറഞ്ഞു അല ഇന്ന നസ്റല്ലാഹി ഖരീബ്. അള്ളാന്റെ സഹായം വളരെ ഈ പ്രതിസന്ധി, ഈ വേണ്ടം, ഈ കുറച്ച് അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ചില കുറച്ചിൽ തുറപ്പത്തിൽ നിർത്തിച്ചു പോകും. പിന്നെ കുറച്ചിട്ടുണ്ടാവില്ല. ആ കുറച്ചിൽ കഴിഞ്ഞ് കുറച്ചാൽ കഴിഞ്ഞാൽ അവിടെ പോകും. ഇപ്പൊ തൊപ്പിയൊക്കെ നമ്മൾ ഇട്ടില്ലെങ്കിൽ ആൾക്കാർ ചെയ്യും. എന്ത് നമ്മൾ തൊപ്പിയുടെ ചെറിയ കുട്ടികളെ കൊണ്ടുവരും തൊപ്പി എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ടീച്ചിങ് ആയി? ഇപ്പൊ തൊപ്പി ഇടാനാണ് പ്രശ്നം. സുന്നത്തിന് അത്രയുള്ളൂ. ഒരു തരണം ചെയ്യാണ്ട് ഒന്നാണ് തരണം ചെയ്യാൻ. വലിയ 12 വീല് അല്ലെങ്കിൽ 18 വീലൊക്കെയുള്ള ട്രെയിലർ വണ്ടിക്ക് ബൈക്കിനോട് ഒരാൾ ഓവർടേക്ക് ചെയ്യാൻ വിചാരിച്ചാൽ സെൻട്രസ് കൊണ്ടോ അപ്പുറത്തുനിന്ന് ലോറി ഇങ്ങനെ വരും. അപ്പൊ ബാക്കിന്റെ പിന്നെ കെട്ടും. പിന്നെ ആ വണ്ടിയുടെ പോകാൻ തിന്നാം. പിന്നെ അങ്ങനെ കയറുമ്പോഴത്തേനും കണ്ടിട്ടോ ഇതൊരു കയറി പോയാൽ പിന്നെ അങ്ങോട്ട് പോവാം. പിന്നെ ഇതിന്റെ പുകയും കൂടി ഒന്നും ഉണ്ടാവില്ല. ഒന്ന് ഹിമ്മത്തോടു കൂടി സുന്നത്തിന്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനിച്ചാൽ കുറച്ച് സമയത്ത് നമുക്ക് ചെറിയ മാടലും കുത്തലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ക്ലിയർ ആവും. നമ്മൾ ആ ക്ലിയർ ആവാതെ പോയാൽ മരിച്ചാൽ നഷ്ടം. അതുകൊണ്ട് സുന്നത്തിലേക്ക് വരും. സഹാബാക്കൾ സുന്നത്തിലേക്ക് വരും. സഹാബാക്കൾ നബിതന്റെ ശാസ്ത്രങ്ങളെ പിൻപറ്റി ചാണായി മുഴത്തിന് മുഴമായി. നബിതന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്
നിങ്ങളുടെ മുൻഗാമികളുടെ ചര്യകളെ നിങ്ങൾ പിൻപറ്റും. ശിബിറൻ ബിശിബിർ, ചാണിന് ചാണായി, മുഴച്ചിന് മുഴമായി നിങ്ങൾ പിൻപറ്റും. ഹത്ത, എത്രത്തോളം പിൻപറ്റുന്നറിയോ? ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്കാണ് അവർ പോകുന്നതെങ്കിൽ നിങ്ങളും അറിയാതെ ആ മാളത്തിൽ പോകും. ഒരു സിംഹത്തിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപദ്രവകാരിയായ മൃഗത്തിന്റെ മാളത്തിൽ പോകുമെങ്കിൽ ആലോചിക്കട്ടെ, അപ്പോഴും കൂടി ആലോചിക്കൂല. നിങ്ങളും ഓരോ പിൻപറ്റി പോകും. നബിതങ്ങളുടെ സഹായത്തെ തങ്ങൾ അത് ചോദിച്ചപ്പോൾ സഹാബക്കൾ ചോദിച്ചു, ആരാണത്? അല്ലയോ നസാറ, ജൂത നസാറാക്കളാണോ ഞങ്ങളുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞു നബിതങ്ങളുടെ തങ്ങൾ ചോദിച്ചു. അവരല്ലാതെ പിന്നെ ആരാണ്? നമ്മൾ ജൂതന്റെ നസ്രാണിന്റെ ചര്യകളാണ് അങ്ങനെ പിൻപറ്റി പോകണം. അറിയാതെ നിസ്കാരത്തായ്പുള്ള അവൽ സപ്പുള്ള കാക്കി വേറെ കുട്ടിന്റെ കേക്ക് മുറിച്ചാൽ കത്തി പിടിച്ചു കൊടുക്കുന്ന ദുരവസ്ഥ. അതൊക്കെ അമ്മ യാതൊരു മുറിച്ചു കൊടുത്തില്ലെങ്കിൽ മുറിച്ച് കൊടുക്കാത്തവരാണെന്ത് മോശക്കാരൻ. നമ്മളെ കൾച്ചർ അങ്ങനെ ആക്കി. എല്ലാ തിന്മകളും തുറക്കപ്പെട്ടു. എല്ലാ ചാണ്ട് ചാണായിട്ട് ജൂതൻ നസ്രാണി പിൻപറ്റാൻ തുടങ്ങി. എല്ലാ കാര്യത്തിലും, ഏത് കാര്യത്തിലും എല്ലാത്തത് എല്ലാവരും അവരെ കവറിൽ പോണ രീതിയിലാണ് നമ്മളെ ചുണ്ടത്. എല്ലാ കാര്യവും ഒന്ന് രണ്ടൊന്നുമില്ല. എല്ലാവരുടെ കോലം, എല്ലാവരുടെ രൂപം, എല്ലാവരുടെ പെരുമാറ്റം, എല്ലാവരുടെ രീതി, എല്ലാവരുടെ സംഗതി ഒക്കെ മാറി. ഒക്കെ ജൂതൻ നസ്രാണിനെ പിൻപറ്റി ഇങ്ങനെ ജീവിക്കാൻ. ജൂതൻ നസ്രാണിയെ പിൻപറ്റിയ ശാസ്ത്രങ്ങൾ ചോദിച്ചു, കുടുംബിന്റെ മാളത്തിൽ കൂടി കയറിയ പോലും അതിന് കൂടുതൽ കയറുന്നു. അപകടം കൂടി ആലോചിക്കില്ല. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലെത്തി. ആണും പെണ്ണൊക്കായി എല്ലാവരും വിദ്യാഭ്യാസത്തിനായി. ഇത് ഔട്ട് ഓഫ് സ്റ്റേറ്റുകളിലേക്ക് പോകാൻ തുടങ്ങി. എല്ലാവരും അവിടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ആകെ ജീവിതം താറുമാറായി. പെൺകുട്ടികളൊന്നും നിയന്ത്രണത്തിലല്ല, വീട്ടുകാരെ നിയന്ത്രണത്തിലല്ല. വാപ്പന്മാര് കരയാൻ. ഞാൻ മരിച്ചാൽ മതി ഇതുവരെന്നൊക്കെ പറയുന്ന വാപ്പന്റെ വേദന എത്രയാണ്. എനിക്കത്തെ ഇഷ്ടത്തിന് ജീവിക്കല്ലോ. അവിടത്തേക്ക് നാടെത്തുക. വലിയ ദുരന്തത്തിലേക്ക് നാട് നിങ്ങൾ സുന്നത്ത് പോയാൽ വലിയ ദുരന്തവും അതിന്റെ കയ്പും അതിന്റെ വിഷമവും അതിന്റെ പ്രയാസങ്ങളും നമ്മളെന്നെ തിന്നേണ്ടി വരും, നമ്മളെന്നെ കുടിക്കേണ്ടി വരും. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മക്കളിലാണ് അതുണ്ടാവുക. നമ്മൾ മറക്കണ്ട. നമ്മൾ ഇത്ര ചെയ്തില്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ കാലത്തും മക്കളെത്തും. ഒരു കുട്ടിക്ക് ഒരു വാക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റില്ല. ജൂതന്റെയും ക്രൈസ്തവന്റെയും ചര്യകളിലൂടെ ജീവിക്കാൻ മുസ്ലിമീങ്ങൾ നടത്തുന്ന സ്കൂളുകൾ, അവിടെ വരെ പരസ്യമായിട്ട് ഈ കട്ടിങ്, അവിടെ പരസ്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയില്ല, കേൾക്കറിയല്ലോ. കേക്ക് കട്ട് ചെയ്യുക, മറ്റ് കട്ട് ചെയ്യുക, മിഠായി കൊടുക്കുക, ഹാപ്പി ബർത്ത്ഡേ എന്നതിന്റെ പാട്ട് കഴിഞ്ഞത്. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞ പോലെ സ്വന്തം ചാനലുകൾ, ആണും പെണ്ണും കുടുംബകാരണങ്ങളുണ്ടോ ഒരു ഫോട്ടോ എടുത്തിട്ട് അയക്കുക. ഓനൊക്കെ എന്താ ചെയ്യട്ടെ? നിങ്ങളൊന്നും ഒറ്റ കാര്യം. ഓനൊക്കെ മുസ്ലിമിന്റെ പേര് വെച്ചാൽ നടക്കുന്നത്. അതിന് വ്യൂസ് കൂടുക, അതിന് പൈസ ഉണ്ടാക്കുക. സ്വന്തം ചാനൽ തുടങ്ങുന്ന ആണുങ്ങൾ, സ്വന്തം ചാനൽ കൊടുക്കുന്ന പെണ്ണുങ്ങൾ, പെൺകുട്ടികൾക്കൊക്കെ ചാനൽ, കാര്യപ്പെട്ട ആളുകൾക്കൊക്കെ വലിയ വലിയ ചാനലുകൾ. അതിന് വ്യൂസ് കിട്ടില്ല, എന്തെങ്കിലും ചില്ലറായി കുട്ടിക്ക് പോലും. അതിനേക്കാളും വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ വൃത്തികെട്ടവന്മാര്. അവനവന്റെ ഭാര്യ, അവനവന്റെ മക്കള് അതുവരെ പുറത്തായി. ജൂതന്റെ നസ്രാണിന്റെ അവസ്ഥയ്ക്ക് എത്തി. അമേരിക്കയിൽ പരസ്യം കല്യാണം കഴിക്കുന്നതിന്റെ പരസ്യം കല്യാണം കഴിക്കണമെന്ന്. ഓസ്ട്രേലിയയിൽ പരസ്യം കല്യാണം കഴിക്കണമെന്ന്. ബ്രസീലിൽ പരസ്യം കല്യാണം കഴിക്കണം. എന്താ ചോദിച്ചത്? കല്യാണം കഴിക്കാതായി. എല്ലാവർക്കും എല്ലാവരുടെ ആവശ്യങ്ങൾ പൂർത്തിയായ കല്യാണം കഴിക്കാൻ ആരെ കിട്ടുക? ചില ആൾക്കാർ വണ്ടി തന്നെ വാങ്ങില്ല. എന്തുകൊണ്ടാണെന്നാല് അതിന്റെ ടയർ ഒട്ടി, അതിന്റെ ടയർ വെച്ച്, അതിന് വിഞ്ചപ്പണിയായി ഒക്കെ അതിനൊക്കെ നല്ല എന്താക്കിയാൽ മതി. ടാക്സി അങ്ങനെ പോവാറില്ല. വായുക്കവേ പോവാ ബസ് കലാസ്. പിന്നെ ടയർ പൊട്ടിയാലും തിരക്കല്ല, ഇഞ്ചൻ കത്തിയാലും തിരക്കില്ല. അതേ അവസ്ഥയിൽ ഓരെത്തി. ഓർക്ക് അങ്ങനത്തെ നിയമങ്ങളും അങ്ങനത്തെ അവസ്ഥകളും പഠിപ്പിച്ചു കൊടുത്തു. ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് ഒക്കെ ആയി. ഇപ്പത്തെ സന്താനോത്പാദനമില്ല. ആൾക്കാരൊക്കെ വലിയ മേജ പറയാം. ഓസ്ട്രേലിയൊക്കെ പെറ്റത്തുൾപ്പെട്ടു, അത്രട്ടൊക്കെ സംഭവം ഇതാണ്. കുട്ടികളില്ല, സ്ത്രീകൾക്ക് ഉത്തരവാദിത്തമില്ല, വൃദ്ധകളായി, ആരോഗ്യമുണ്ടാവുന്നതൊക്കെ
വൃദ്ധകളായി മൂല കിടക്കുമ്പോ നോക്കാനാണില്ല. ഈ ദുരവസ്ഥ കണ്ടിട്ട് പരസ്യം കൊടുക്കുന്നത് കല്യാണം കഴിക്കാൻ. നമ്മൾ നേരെ ഉൾട്ടേക്ക് നീങ്ങാണ്. കല്യാണത്തിലൂടെ അല്ലാതെ ഒരു വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ എത്ര നിങ്ങൾക്ക് ആൾക്കറിയാം. വേറെ ജില്ല പോട്ടെ, പാലക്കാട് തൃശ്ശൂരൊക്കെ പോട്ടെ, മലപ്പുറം ജില്ല ആർക്കും ബസ്സല്ലാതായി. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇനി ബസ്സല്ലാതാവും. അങ്ങനെ ഒരു സമുദായം മൊത്തം നശിച്ച് തീരാൻ വേണ്ടി പോവാൻ. ഈ സമയത്ത് സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ സുന്നത്തെടുത്ത ബാക്കിയുള്ളവര് ഫർദെങ്കിലും നിലനിർത്തും. അല്ലാതെ നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ വലിയ മെസ്സേജ് ഒന്നും അയച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വാട്സപ്പ് ഒറ്റ ഫോട്ടോയുടെ അണ്ടറില്ല ഉപദേശം തന്നെ. ഓരോവാണെങ്കിൽ ഒരു കമന്റ് ഇട്ട് കൊടുക്കും, മതിയടാണ്ട ഉപദേശം നിർത്തിക്കാളാന്നൊക്കെ പറയും. അങ്ങനെ കുടുംബജീവിതം താറുമാറായി കൊടുക്കാൻ ഒരു ചെക്കന് പെണ്ണിട്ടാൻ പേടി. പഴയ കാലത്തൊക്കെ കുറെ കൈകാലം പിടിച്ചാലേ എന്തെങ്കിലും പെണ്ണുങ്ങളോട് ചോദിക്കുള്ളൂ, എത്ര വരെ പഠിച്ച് മദ്രസയിൽ നിന്ന് അന്നത്തെ ചോദ്യം. എന്താണ് മദ്രസയിൽ ഏത് തീയില്ലാതെ ചോദിക്കലെന്താണ് മദ്രസയിൽ എത്ര വരെ പഠിച്ചിരുന്നു? അത് ചോദിച്ചാൽ 10 മിനിറ്റ് വേറെ പറ്റില്ല. ഇപ്പത്തെ ചോദിക്കലോ ആർക്ക് ഏതെങ്കിലും ഇപ്പത്തെ മെയിൻ ചോദ്യം നിങ്ങൾക്കറിയോ? ആർക്കെന്തെങ്കിലും അറിയാമോ ചോദ്യം? അറിയില്ല. അതെന്തെങ്കിലും ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും അഫയറുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് പുറത്ത് പറഞ്ഞാളാം. ഒരു സാധു എത്ര ദയനീയാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ദുരവസ്ഥയിലേക്ക് നാടെത്തി. അപ്പന്റെ സുന്നത്തില്ല, അമ്മന്റെ സുന്നത്തില്ല, കുടുംബത്തിൽ സുന്നത്തില്ല. വരുമ്പോ കാൽമ വരുമ്പോ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും എന്ത് കാര്യം? ജീവിക്കണം. ആ സമയത്ത് ഉത്തരവാദിത്തത്തോടു കൂടി സ്വന്തം സൂക്ഷ്മതയിലും ദീനിലും ജീവിക്കട്ടെ. ദീനനുസരിച്ച് ജീവിച്ചാലേ ഉണ്ടാവും. സാഹചര്യത്തിന്റെ പൊടിപടലങ്ങൾ അങ്ങനെയാണ്. അത് കൂടിയില്ലെങ്കിലോ, ദീനനുസരിച്ച് ജീവിക്കണമില്ലെങ്കിലോ, ദീനനുസരിച്ച് ജീവിക്കണോ വീട്ടിൽ നിന്നുണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ അത്രത്തോളം കടന്ന് കയറി ആക്രമിക്കാൻ തുടങ്ങി. നമ്മളെ കുട്ടികളിൽ കവറിലാക്കിയിട്ട് തോളിട്ട് കൊണ്ടിറക്കാൻ പറ്റില്ലല്ലോ. കൊണ്ടിറക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ഒരു അയൽവാസികളെ കിട്ടും, അല്ലെങ്കിൽ കുടുംബക്കാരെ അവിടെ നിന്നൊക്കെ കിട്ടുന്ന പൊരികളിലാണെങ്കിൽ സ്വാഭാവികം. അതുകൊണ്ട് ദീനൊരു വാഹനം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സൊസൈറ്റി, ഒരു സമുദായം മൊത്തം അത് സുന്നത്തിലേക്കും ദീനിലേക്കും അടുക്കണം. അത് അടുക്കാനുള്ള പണി ഞാനും തന്നെ. നമ്മളെ ഓരോ ആളെയും കണ്ട് പറഞ്ഞു തുടങ്ങണം. സുന്നത്താണ്, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കും, ദീനിന്റെ കാര്യം ശ്രദ്ധിക്കും, വീടുകളിൽ താലീം നടക്കും, ദീനുകളിൽ പഠിക്കും. കുട്ടികൾ കൊണ്ടസല കുട്ടികൾ മുഴുവൻ ലീവാണ്. ഏതെങ്കിലും ഒരാൾ ആലോചിച്ചിട്ടുണ്ടോ എന്റെ പള്ളിയിൽ ഉസ്താദിന് ഫ്രീ ആണ്, അല്ലെങ്കിൽ എന്റെ നാട്ടിലെ ഈ മുത്താലിന് ഫ്രീ ആണ്, ഓനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാടക വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 5-8 കുട്ടികളെ വെച്ചിട്ട് ഇവിടുന്ന് കുട്ടിന്റെ പുറാണം മുതലെങ്കിലും ശരിയാക്കാനും ചിന്തിക്കാനും കൂടി നമുക്ക് നേരം കിട്ടിയില്ല. നമ്മള് മൊബൈൽ ഫോൺ കൊടുത്ത് നമ്മളെ പഠിക്കുപോയി. കുട്ടികളുടെ ആർക്കറിയാം? അതുകൊണ്ട് ഓരോ വീടുകളെയും അല്ലെങ്കിൽ ഓരോ മഹല്ലങ്ങളെയും കേന്ദ്രീകരിച്ച് 10 കുട്ടികളെ 5 കുട്ടികളൊക്കെ വെച്ചിട്ട് മക്തബുകൾ, ഇന്നത്തെ ചെറിയ മദ്രസകൾ, ഖുർആനെ കായിക, ഖുർആന്റെ തജ്വീദ്, ഒരു സുന്നത്തായ ദുആകൾ, അതൊക്കെ പഠിപ്പിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കണം. ആരാണ് നമ്മൾ കാത്തിക്കണത്? അതുകൊണ്ട് ഓരോരുത്തരും ആലോചിക്കണം. എന്റെ കുട്ടി, എന്റെ അച്ഛന്റെ കുട്ടി, എന്റെ ഏട്ടന്റെ കുട്ടി, എന്റെ അയലോകത്തില 9 കുട്ടികളെ, ഈ കുട്ടികളെ ആരെങ്കിലും ഒരാൾ നീങ്ങളെ പങ്കെടുത്താൽ മതി. ഖുർആൻ ഒരാൾക്ക് അയക്കുമ്പോൾ പഠിക്കൊന്നും പോലില്ല. അയാൾ കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണ്, ഗൾഫിൽ നിന്ന ആളാണ്, അയാൾ പഠിപ്പിച്ചു കൊടുക്കട്ടെ. ചെറിയ കുട്ടികളാണെങ്കിൽ ഏതെങ്കിലും എഴുപ്പ് പഠിച്ച ഏതെങ്കിലും സ്ത്രീകളോ അല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ള് ചെയ്ത കുട്ടികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോട് പഠിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കും. നിങ്ങൾ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു ദീനിയായ അർത്ഥത്തുണ്ടാവട്ടെ. അല്ലാതെ നമ്മളിതൊക്കെ കുറ്റം പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല. എങ്ങനെ ഇതിനെ വീണ്ടെടുക്കും? ഞാൻ കുറെ ഈ നാടിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എങ്ങനെ ഇതിന് പഴയ അവസ്ഥയ്ക്ക് കൊണ്ടുവരാൻ പറ്റും? ഒന്ന് നമ്മുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനിക്കാം. ഞാൻ തീരുമാനിച്ച് ജീവിക്കുള്ളൂ. അതിന് ആരും എന്ത് കളയാൻ കാര്യമില്ല, എന്ത് ചെയ്തും കളയോ സുന്നത്തെ ജീവിക്കും. ഞാൻ സുന്നത്തിന് വേണ്ടി ജീവിക്കും. അത് തീക്കടൽ പിടിക്കണമായി ഉണ്ടാവുന്ന സുന്ദരമാണ്. അത് അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക, എന്റെ കുട്ടികളുടെ കാര്യത്തിൽ, അങ്ങനെ ഓരോരുത്തരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ നാട്ടിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. മാഷാ അല്ലാഹ്, നാടിന്റെ പല ഭാഗങ്ങളിലും വലിയ വലിയ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നാട്ടിൽ
പണിയെടുക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും കാര്യം മനസ്സിലാക്കി അമൽ ചെയ്യാൻ തോന്നുകയുമാറട്ടെ. സാറിന് സുന്നത്തിലേക്ക് മടങ്ങി നബിയുടെ സാധനങ്ങളുടെ സുന്നത്ത് അന്വേഷിച്ച് കണ്ടെത്തി ജീവിതത്തിൽ കൊണ്ടുപോയി അള്ളാഹുനോട് ദുആ നന്നായിട്ട് ചെയ്യും. അള്ളാഹിനോട് ദുആ നല്ല പോലെ ചെയ്യും. ദുആ ഒരു വലിയ ആയുധമാണ്. ഇന്ന് ദുആ ചെയ്യാൻ കൂടി ആൾക്കാരില്ല, സമയമില്ല. സ്ഥിരമായി ദുആ ചെയ്യുന്ന ആളുകളുടെ ശബ്ദം ആകാശലോകത്ത് മലക്കുകൾക്ക് സുപരിചിതമായി. ഇടങ്ങാറാവുമ്പോൾ ചോദിക്കുന്ന ആളെ ദുആ ഇടങ്ങാറാവുമ്പോൾ മാത്രമേ കയ്യിൽ നിൽക്കുള്ളൂ. ഓരോ ദുആ മലക്കുകൾ കേൾക്കാത്ത പോലെ ഉണ്ടാവുന്നു. കാരണം എപ്പോഴെങ്കിലൊക്കെ ഒരാവശ്യം ഉണ്ടാവും മാത്രമല്ല, സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ അന്ന് കുറച്ചകലെ ഒരു ശബ്ദം അങ്ങനെ കേട്ടിട്ട് അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു ചോദിച്ചു, അത് അബൂദറിന്റെ ശബ്ദല്ലേ? ആരാ ചോദിച്ചു? ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ ജിബ്രീൽ അബൂദറിനൊക്കെ ചോദിച്ചു. അബൂദറിന്റെ ശബ്ദം എല്ലാവർക്കും ആകാശലോകത്ത് എല്ലാവർക്കും പരിചയമാണ്. ഫുള്ള് കുറച്ചിലാണ്. ഉലമക്കൾ എഴുതുന്നുണ്ട്, ദുആ ചെയ്ത് ആകാശലോകത്ത് നമ്മുടെ ശബ്ദം എന്താവട്ടെ, മലക്കുകൾക്ക് പരിചയമുള്ള ശബ്ദമാവട്ടെ. അവിടെ സ്വന്തം ദുആ ചെയ്യുന്ന ആർക്കും നേരമില്ല, എല്ലാവരും എന്നെ ഓടുക. കഴിഞ്ഞിട്ട് അവന് ഓടുകയാണ്. ഈ ഓടുന്നവരൊക്കെ എവിടുക്ക ഓടുന്നത് എനിക്കൊന്നും അറിയില്ല. അത്യാവശ്യം ആരെങ്കിലും ഉണ്ടാവണം, ഒരു പോയിക്കോട്ടെ. എന്നും ജീവിതത്തിൽ ഓട്ടായാലോ വെള്ളിയാഴ്ച ദിവസം സ്വീകരിക്കപ്പെടുന്ന ദുആണ്ട് മുമ്പിന് ആ മുമ്പിനോട് സ്വീകരിക്കപ്പെടുന്ന ദുആണ്ട് അത് ദുആ ചെയ്യുന്നൂടെ? ഒറ്റയ്ക്ക് ചോദിച്ചോളി ആയിരുന്നു അല്ല അവിടെ നിന്നോളുന്നു. ഒറ്റയ്ക്ക് വരാനൊക്കെ പറഞ്ഞിട്ട് പോയിക്കൊണ്ട് എവിടുക്കാണ് ഓടുന്നത്? ഈ അള്ളാഹുവിൽ നിന്ന് എവിടുക്കാണ് ഓടിയാകേണ്ടത്? എങ്ങനൊക്കെ ജയിലിൽ പിടിച്ചിട്ട പോലെ, അല്ലെ കോഴിയുടെ കുട്ടികളൊക്കെ കൊട്ടന്റെ വീട്ടിലിട്ടാൽ അതിനോട് മുന്തി കിട്ടിയാൽ ഇവിടെ ചാടാന്ന് പറഞ്ഞ പോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ ചാടുക. ചിലർ കോഴിനെ കൈ ചെയ്താൽ ഇരിക്കലുണ്ട്, ഡോറിന് ചേർന്നിട്ട്. കാരണം സഹം കുട്ടിയെ പിന്നെ നിൽക്കാൻ പറ്റില്ല. പള്ളിയിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഒരാൾ പറയുകയാണെങ്കിൽ ഭയങ്കര മൂത്രയിക്കലാണ്, വെള്ളം അങ്ങനെ കുടിക്കുന്നുണ്ട്, മൂത്രയിക്കുന്നുണ്ട്, ഭയങ്കര മൂത്രയിക്കലാണ്, മൂത്രയിക്കാൻ പിടിച്ചിരിക്കാൻ കഴിയില്ല, തോൽക്കാൻ തോന്നിയ അപ്പം മൂത്രൊഴിച്ചു പോവും. അപ്പം അത് അറിയുന്ന ആളെ ചോദിക്കുന്നത് എന്തുവായി? ഷുഗർ ചെക്ക് ചെയ്തിട്ട് ഷുഗർ ചെക്ക് ചെയ്തിട്ട് ഞാൻ വേഗം പോയിട്ട് ചെക്ക് ചെയ്തത്. എന്താ ഡോക്ടറാ? ഇപ്പൊ ഡോക്ടർ എന്നല്ല, പക്ഷെ ഷുഗറിന്റെ അടയാളാണ്. ഇതേപോലെ ഒരാൾക്ക് പള്ളി നിൽക്കാൻ പറ്റില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷ അനുസരിച്ച് ഓനിൽ നിഫാഖ് കയറിയിട്ടുണ്ട്. മുനാഫിക്കാണ്. മുനാഫിക്കിന്റെ പള്ളിയിൽ കൂട്ടിലിട്ട കിളി പോലെ, കൂട്ടിലിട്ട കിളി പോലെ. അൽ മുഅ്മിനു ഫിൽ മസ്ജിദ്, മുഅ്മിൻ പള്ളിയിൽ കസമക കിൽമാൽ, മത്സ്യം വെള്ളത്തിൽ പോലെ. വെള്ളത്തിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ ചാടി വെള്ളത്തിൽ എത്തണമെന്ന് പറഞ്ഞ പോലെ മുഅ്മിൻ പള്ളിയിൽ നിന്നെങ്കിൽ അത്യാവശ്യം പുറത്തേക്ക് ഓടിയാക്കി വസന്ത സമയം കാണും. അസല ചെയ്ത് പള്ളിയെ കിട്ടും. അവരെ പുതുക്കരപ്പോഴും പള്ളിയില്ല. നമ്മളെങ്ങനെ നിർബന്ധിച്ചാണ് പള്ളിക്ക് ചവിട്ടി കുത്തി കയറ്റിയമായാണ് സജുവാട് കഴിഞ്ഞോണ്ടാ ആറ്റാൻ എങ്ങനെങ്കിലും മറ്റുള്ള പൂരപ്പള്ളിക്ക് ചവിട്ടി കടന്നിട്ടും എങ്ങനെങ്കിലും പള്ളി നടക്കി കിട്ടിയാൽ നമ്മൾ വേഗം പോകും. അവിടെ എങ്ങനെ തിരിച്ചടിച്ചാണ് അടല്ല, അവിടെ ഇവിടെയൊക്കെ തിരിച്ചടിച്ചു. പള്ളിയിൽ നിന്ന് അറിഞ്ഞിട്ടില്ല. ഇല്ല ഭായി, എനിക്ക് ദുആ ചെയ്യും, സ്വന്തത്തിന്റെ ആവശ്യങ്ങൾ പറയും, അള്ളാഹിനോട് ചോദിക്കും. നമ്മളെ ശബ്ദം ആകാശ ലോകത്ത് എന്താവട്ടെ, മലക്കൊക്കെ പരിചയമുള്ള ആളാവട്ടെ. കളക്ടറേറ്റിൽ സ്ഥിരമായിട്ട് വരുന്ന ആള്, എന്തെങ്കിലുമൊക്കെ പേപ്പറൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന ആള്, ആൾക്കാരാണ്. ഇയാൾ എപ്പോഴും കാണാൻ ഇവിടുത്തെ ആളെന്നാണ് അയാൾ പറയും. ഒരേ പറയും. ഒരു ഓഫീസിൽ സ്ഥിരമായിട്ട് വരണമെങ്കിൽ അയാളുടെ ആളാണ് എപ്പോഴും. പോലീസ് സ്റ്റേഷനിൽ സ്ഥിരമായിട്ട് വരണമെങ്കിൽ പോക്കറ്റടിച്ചിട്ടാണെങ്കിൽ പോലും എന്താവും ഭായി, ഓനോടൊരു ബന്ധമുണ്ടാവും. ഉണ്ടാവുണ്ടല്ലേ? ഓകൻ അടിച്ചോന് ആരെ പൈസ പോയത് ഓന് അവിടെ ചെല്ലുമ്പോണ്ടാവും, മറ്റേ കസേര കുത്തക്കുണ്ടാവും. ഓൻ സ്ഥിരമായിട്ട് പരിചയം, പോലീസിലേക്ക് പരിചയം. ചിലപ്പോൾ ഓർക്കുണ്ടോന്ന ചായന്റെ പൗതിയൊക്കെ ആര് കൊടുക്കും? പൈസ സ്ഥിരമായിട്ടുണ്ടാകുന്ന അവസ്ഥ. നമ്മള് ദുആ പോട്ടെ, എവിടേക്ക് ആകാശത്തേക്ക് പോട്ടെ, അല്ലാഹുവിനോട് ചോദിക്കും. മലക്കുകൾക്കൊക്കെ ഈ ശബ്ദം കേട്ട് പരിചയം ഉണ്ടാവട്ടെ. അപ്പൊ കൈ ഒന്നിക്കുമ്പോഴും അല്ലാഹു സഹായം ചെയ്യും. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം ദുആയും കൂടി നമ്മൾ ചെയ്യില്ല. അതിനൊരു തെറ്റിദ്ധാരണ ഉള്ളതാണ്. ഞാനൊന്നും ദ്വാരന്നാൽ അല്ലാഹു കേൾക്കൂല. ഞാനൊന്നും ദ്വാരന്നാൽ അല്ലാഹു കേൾക്കൂല. ഒരാൾ അള്ളാഹിനെ പറ്റി എന്താണെന്ന് വിചാരിക്കുന്നത് അങ്ങനെ അല്ലാഹുവിനോട് പെരുമാറുന്നു. കേൾക്കൂല എന്നല്ല എന്റെ അഭിപ്രായം. അങ്ങനെ ആയിക്കോട്ടെ. ഇല്ല ഭായി, അല്ലാഹു കേൾക്കും.
അല്ലാഹു കേൾക്കും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്നെപ്പറ്റി നബിയെ തങ്ങളോട് അവർ ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കും. എന്റെ ദാസന്മാർ തങ്ങളോട് ചോദിക്കും, എന്നെപ്പറ്റി ചോദിക്കും. അപ്പൊ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഫഇന്നി ഖരീബ്. ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അവരടുത്തിട്ട് പറഞ്ഞിട്ടാണ്. മുജീബു ദഅവത ദാഇ ഇദാ ദഅനി. എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും. അങ്ങനെ ഒരു റബ്ബില്ല. അതുകൊണ്ട് അപ്പനോട് ചോദിക്കണം, ചോദിക്കൂലേ? അതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ ചോദിക്കേണ്ടതൊക്കെയാണ്. പക്ഷേ അത് ശരിയാക്കി തരണം. ഞങ്ങൾക്കെപ്പോഴും ലിസ്റ്റ് നിർത്താണ്ടായാലും തന്നെ ആകെ കച്ചവടം അവസരമാണ്. കുറച്ചത് കച്ചവടത്തിന്റെ കാര്യത്തിൽ നിർത്തിവിട്ടാൽ ആ വാടക പറഞ്ഞ കാക്കയുടെ മനസ്സിലൊന്ന് അത് കുറച്ചു നേരം തോന്നി. ഇതൊക്കെ ഞങ്ങൾ ഫുള്ള് പറയണം. വാടക മറ്റേ ദുനിയാവല്ലാതെ വേറൊന്നും പറയാനില്ല. വൈ ആഹ്റം ചോദിക്കും. ആഹ്റം ആവശ്യമാണ്. കുറച്ചേരം നിസ്കാരം നന്നാക്കി തന്നെ. എനിക്ക് നബിതങ്ങളുടെ സുന്നത്ത് പിൻപറ്റാൻ തോന്നിക്കന്നെ. എനിക്ക് നബിതങ്ങളുടെ മക്കൾക്ക് എന്റെ സഹാബാക്കളുടെ ദീൻ പോലെ എന്റെ ദീനാക്കണേ. എന്റെ മക്കൾ അങ്ങനെ ആക്കണേ. എന്റെ പള്ളി അങ്ങനെ ആക്കണേ. പക്ഷേ എന്റെ ആദരം നന്നാക്കണേ. ഈസാനിൽ നീ എന്റെ നന്മ എരുമകൾ തൂക്കുമോ? നന്മയുടെ തട്ട് ഭാരമുള്ളതാണ്. ആഹ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഓർമ്മ വരും. അത് നമ്മളെ ലക്ഷ്യമാവും. ഈമാൻ കൂടാൻ വേണ്ടി തോരക്കും. ഈമാനം നമ്മൾ തോരക്കലുണ്ടാക്കല്ല. കാരണം ഓൾറെഡി എന്തുണ്ട്? നബിതങ്ങളുടെ തങ്ങളുടെ ദുആയിലെ അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ ഈമാൻ വസയ്യിദു ഫീ ഖുലൂബിനാ വകർരിഹി ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസ്യാൻ. പക്ഷേ ഈമാനിനെ ഏറ്റവും പ്രിയകരമാക്കി തന്നെ اللهم إني أسألك إيمانا يباشر قلبي ويقينا صادقا حتى أعلم أنه لا يصيبني إلا ما كتبتني ورضا بما قسمتني. നബിതങ്ങളുടെ ദുആണ്. പക്ഷേ ഈമാൻ അങ്ങനത്തെ ഈമാൻ എന്റെ ഹൃദയത്തിനെ സ്പർശിക്കണ ഈമാൻ തരണേ. ഇങ്ങനെ ഈമാനൊക്കെ ആരോട് ചോദിക്കാം? ചോദിക്കൂലേ? സുന്നത്തും ഈമാനും അമലുകളൊക്കെ ആരോട് ചോദിക്കാം? അള്ളാഹ് ചോദിക്കും. അള്ളാഹ് ഇതിനു മുമ്പ് അമൽ ചെയ്തത്